ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈഃ സ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തിന്ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന്ന പൂഷ വിശ്വവേദാഃ സ്വസ്തി നസ്തർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു ശാന്തിഃ ശാന്തിഃ മഹാചൈതന്യത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രീ പ്രകാശിന്റെ ക്ഷണം അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അവരുടെ സാരഥികൾക്ക് മുമ്പിലും നല്ല നന്മകൾ പറയുന്നു. ഞാന് ക്ഷേത്ര ജീവിതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസ്കൃത ശ്ലോകങ്ങളും പദാനുപദ തർജ്ജമകളും പറയാൻ ആഗ്രഹിച്ചല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. മറിച്ച് ഭക്തിയുടെ ജീവിതത്തിന്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട സംസ്കൃതിയുടെ, ഭക്തിയുമായി ബന്ധപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ, പുരാണങ്ങളുടെ ഒക്കെ നല്ല കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നത്. സ്വാഭാവികമായും ഗുരുവായൂർ ക്ഷേത്രവും അമ്മിയൂർ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള നിവാസികൾ ഭക്തിജന്യമായ നിരവധി ഗ്രന്ഥങ്ങളും പുസ്തക വായനയും ധാരാളം പ്രഭാഷണങ്ങളും കേട്ട് ജീവിതത്തിന്റെ നാനാവിധമായ ജീവൽ സമൃദ്ധമായ കാര്യങ്ങളിലേക്ക് ചിന്തകൾ കൊണ്ടുപോയവരായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി എന്താണ് ഭക്തി എന്നും ഭക്തിയുടെ ആവശ്യം എന്താണെന്നും സമൂഹത്തിലും അതിലൊക്കെ വരി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് വൈദ്യശാസ്ത്രവുമായി ഭക്തിക്കുള്ള അചഞ്ചലമായ ബന്ധവും ഒക്കെ ചെറിയ ഭാഷണങ്ങളിലൂടെ വളരെ സമയമെടുക്കാതെ നിങ്ങളോട് സംവദിക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നപ്പോൾ ചുറ്റുപാടും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് വന്നിട്ടുള്ളതാണ്. ഈ മണ്ണുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ സ്ഥലവുമായി ബന്ധമുള്ള ഒരാളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മളിപ്പോഴ് ജീവിക്കുന്നത്. ഒരു പുതിയൊരു ലോകമുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ലോകം എന്ന് പറയുന്നത് മനുഷ്യനുമായി അടുത്ത ബന്ധമെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ മനുഷ്യ ജീവിതവുമായി അതിന്റെ യാഥാർത്ഥ്യവുമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരു പുതിയ ഒരു ലോകം. വിദ്യ ആഭാസകരമായി കൊണ്ടു നടക്കുന്ന ഒരു ലോകം. വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുമെങ്കിലും വിദ്യ അഭ്യസിച്ച് ആഭാസകരമായി കൊണ്ടു നടക്കുന്ന ഒരു പുതിയൊരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ്. ആ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തെറ്റ് നമ്മുടെ ഇടയിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വല്ലാതെ അനുഭവിച്ചു വരുന്നുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. രാവിലെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് നിന്നും നിങ്ങൾ പൂന്താനത്തിന്റെ വരികൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടാവാം. ലീലയുടെ കണ്ഠത്തിലൂടെയാണ് അത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആ കേൾക്കുമ്പോൾ അതിലൊരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ ശ്ലോകം, അതിന്റെ കവിത ആദ്യം തുടങ്ങുന്നത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ
നാരായണ ഹരേ. രാവിലെ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇത് കേൾക്കണം, എല്ലാ ദിവസവും കേൾക്കുന്നില്ല നമ്മൾ. സച്ചിദാനന്ദ നാരായണ ഹരേ എന്ന് പൂന്താനം എഴുതിയത് കേവലം പദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ പേരിങ്ങനെ ചൊല്ലി വിളിച്ചു പറഞ്ഞതല്ല പൂന്താനം. സംസ്കൃതത്തിന്റെ ഏറ്റവും ആഴങ്ങളിലുള്ള അർത്ഥം ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നാരായണ ഹരേ എന്നുള്ള പദപ്രയോഗത്തിന് നമുക്കൊരു പുതിയ അർത്ഥം തേടാൻ സാധിക്കും. ഹരേ എന്ന് പറഞ്ഞാൽ ജയിക്കട്ടെ എന്നുള്ളൊരു അർത്ഥം അതിന് കൽപ്പിക്കാൻ സാധിക്കും. പദാനുപത തർജ്ജമയോടുകൂടിയുള്ള അർത്ഥം അതല്ല എന്നുണ്ടെങ്കിലും ഹരേ എന്ന് പറയുമ്പോൾ ജയിക്കട്ടെ എന്ന് നമുക്കൊരു കോണിലൂടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. നാരായണ ഹരേ എന്ന് പറയുമ്പോൾ പുതിയൊരു ലോകത്തെ നമുക്ക് വിവക്ഷിക്കാം. നാരായണം എന്ന് പറഞ്ഞാൽ 4 വേദം സങ്കോചിച്ചതാണ് തിരുനാമമന്ത്രം, 4 അക്ഷരം ചേർന്നാൽ പിന്നെ പറയാനുണ്ടോ. 4 വേദത്തിന്റെയും ആകെ കൂടിയുള്ള ഒരർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നാരായണം. ഈ നാരായണം എന്ന് പറയുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കിയത് വെറുതെ ഇങ്ങനെ പേര് മാത്രമാണ്. അത് വേദങ്ങളുടെ സംസ്കൃതിയുടെ ഒരു ചൈതന്യത്തിന്റെ ഒരു അമൂർത്തമായ ഭാവവും ഒക്കെ കൽപ്പന ചെയ്യുന്ന ഒരു നാമമാണ് നാരായണം. ഈ നാരായണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശാലമായ അർത്ഥത്തിൽ കൃഷ്ണം രാമം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ പല അർത്ഥങ്ങൾ നമ്മൾ തേടിയിട്ടുണ്ടെങ്കിലും സംസ്കൃതത്തിന്റെ ഒരു ഭാഷയിലൂടെ, ഒരു മുകളിലൂടെ, ഒരു ദാർശനിക തലങ്ങളിലൂടെ അതിനെ നോക്കിയാൽ അത് ജയിക്കട്ടെ, നാരായണം ജയിക്കട്ടെ, നാരായണൻ ജയിക്കട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോ യഥാർത്ഥത്തിൽ നമുക്ക് ഒന്നുകൂടി പറയാം, നാരായണം എന്ന് പറയുമ്പോൾ സമത്വമാണ്. സമത്വം ജയിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ സമത്വം ഭക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ശിലയാണ്, ഒരു ഘടകമാണ്. സ്നേഹം, കരുണ, ആർദ്രത, കടപ്പാടുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഭക്തിക്ക് ഒരു തലമുണ്ട്. ആ തലത്തിന്റെ അടിസ്ഥാന ശിലകളിൽ സ്നേഹമാണെങ്കിൽ, അടിസ്ഥാന കലകളിൽ ധർമ്മമാണെങ്കിൽ, നീതിബോധമാണെങ്കിൽ, സത്യം ജയിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ എന്ന് പറയുന്നത് പോലെ സമത്വം ജയിക്കട്ടെ എന്ന് പറയുകയാണ് നാരായണനെ വിളിച്ച്. അല്ലെങ്കിൽ നാരായണം എന്ന് പറഞ്ഞുകൊണ്ട്, നാരായണ ഹരേ എന്ന് പറഞ്ഞുകൊണ്ട് പൂന്താനം പറഞ്ഞത് സമത്വ ദർശനങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് മനുഷ്യൻ. അങ്ങനെ സമത്വ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക വിഭാഗം ജനതയ്ക്കോ ഒരു പ്രത്യേക വിഭാഗം ആശയങ്ങൾക്കോ അല്ല, സമസ്ത ജീവജാലങ്ങളുടെ നന്മകൾക്ക് മുമ്പിലും സമത്വം ജയിക്കട്ടെ. നമ്മളെല്ലാവരും ഒന്നാണെന്ന് തോന്നട്ടെ, നമ്മളെല്ലാ ചിന്തകളും ഒന്നാണെന്ന് തോന്നട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ആ പറഞ്ഞു വെക്കുമ്പോ അദ്ദേഹം നാരായണനെ വിളിച്ച് യാചിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അങ്ങനെ ജയിക്കുമ്പോ സമത്വം ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ സമത്വമാണ് യഥാർത്ഥത്തിൽ ഭക്തി. നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയാം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ എന്ന് പറയാം. ആധുനികപരമായിട്ട് പാച്ചൂരാന്റെ കവിതകളിലും പാച്ചൂരാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് സമത്വം എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും എന്നും എന്നും എന്ന്. നമുക്ക് എല്ലാ കാലത്തും യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കൃതിയുടെ, ഭാരതീയ മഹർഷിയുടെ ഏറ്റവും വലിയ ചിന്തകൾ യഥാർത്ഥത്തിൽ സമത്വമായിരുന്നു. വയലാർ അദ്ദേഹത്തിന്റെ സർഗസംഗീതത്തിലൂടെ ഒരു കാര്യം പറഞ്ഞു. ആരന്തർമുഖ ഇപ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആരന്തർമുഖം ഇപ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട്. ആര് ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെ നോക്കി, മാനത്തുള്ള നക്ഷത്രങ്ങളെ നോക്കി ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടി ഉറക്കെ പറഞ്ഞിരുന്നുവോ, ആ പറച്ചിലാണ് അതെന്റെ ദർശനം എന്ന് പറഞ്ഞ വയലാർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചതും സമത്വം എന്ന ജീവിത ദർശനത്തെ ഭക്തിയോട് അടുപ്പിക്കാനാണ്. ആ ഭക്തിയാണ് നമുക്കിന്ന് നമ്മുടെ ഇടയിൽ പുതിയൊരു ലോകത്തിന്റെ സാംഘിക ക്രമം അനുസരിച്ച് നമ്മുടെ കുട്ടികൾ ഒരു ചടങ്ങാക്കി കൊണ്ട് നടക്കുന്നത്. ഈ ചടങ്ങിനെയാണ് നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തോടെ. നമുക്കതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കേണ്ടത്. നമ്മളിപ്പോ ഈ ക്ഷേത്രത്തിൽ വരുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ചടങ്ങായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതെല്ലാം ചടങ്ങാണ്. നമുക്ക് സ്നേഹം, അച്ഛനെ സ്നേഹിക്കുന്നത് ഒരു ബാധ്യത, അമ്മയെ സ്നേഹിക്കുന്നത് ബാധ്യത, അയൽപ്പക്കക്കാരനെ സ്നേഹിക്കുന്ന ഒരു ബാധ്യത. അങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങുകയാണ്. ആ നടന്നു നീങ്ങുമ്പോൾ
അത് അരുത് എന്ന് വിളിച്ചു പറഞ്ഞവരാണ് ഇങ്ങനെ പൂന്താനവും വയലാറും ഒക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. മനുഷ്യനെ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം, ജീവജാലങ്ങളെ സ്നേഹിക്കണം, സമത്വ ദർശനങ്ങളിലേക്ക് പോകണം, കരുണയും കടപ്പാടും നീതിബോധവും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന കവിതകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. പക്ഷേ നമ്മുടെ കുട്ടികൾ അതൊന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തളിപ്പറമ്പില് ഒരു ക്ഷേത്രത്തില് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചടങ്ങില് ഞാൻ പങ്കെടുത്തപ്പോ ഞാനിങ്ങനെ ഈ തലമുറയുടെ നിശ്ചലമായ അവസ്ഥകളെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 88 വയസ്സുള്ള ഒരു അധ്യാപകനാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അങ്ങനെ സദസ്സിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് എന്റെ കുട്ടികൾ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിട്ടാണ് എന്റെ വീടുകളിൽ നിന്ന് പോകുന്നത്. എനിക്ക് എന്റെ കുട്ടികൾ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ എന്റെ കുട്ടികൾ എന്നെ നോക്കാതിരിക്കുന്നില്ല, എന്നെ അവരെ ഭംഗിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വേദിയിൽ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, പണ്ട് ഇങ്ങനെ ഒരു വിഭാഗം മാത്രം ജനതയ്ക്ക് മാത്രം സുഖസമൃദ്ധമായ ഒരു ജീവിതം, അവർക്ക് നല്ല പത്തായപ്പര, അവർക്ക് ഇഷ്ടം പോലെ നെല്ല് വിതയ്ക്കാൻ സാധാരണ കർഷക തൊഴിലാളികൾ, അവരെയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു സമൃദ്ധം, ഒരു ജന്മി മാത്രം നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചാൽ അവരും പറയുമായിരുന്നു, എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ നെല്ല് കുത്തുവാനുണ്ട്, അരിയുണ്ട്, എന്റെ മക്കൾക്കുണ്ട്, നാട്ടുകാർക്കൊന്നും അത് വേണ്ടാന്ന്. അതൊക്കെ മാറി വന്നത് ഒരുപാട് മനുഷ്യരുടെ പ്രയത്നം കൊണ്ടും ബോധ്യങ്ങൾ കൊണ്ടാണ്. ആ ബോധ്യം മനസ്സിലാക്കാത്ത ഒരു പ്രായമുള്ള ഒരാളാണ് അങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു തലമുറയെ നമ്മൾ ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടിയല്ല ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാലത്ത് സംസാരിക്കുന്നത്. മറിച്ച് തലമുറകളിൽ വരുന്ന ഒരുതരം പ്രവണതയുണ്ട്. ആ പ്രവണത എന്ന് പറയുന്നത് അച്ഛനെ, അമ്മയെ, അമ്മാവനെ, അയൽപ്പക്കക്കാരനെ, സമൂഹത്തിനെ, ജീവജാലങ്ങളെ അവയൊന്നും സംരക്ഷിക്കാതെ ഞാനും എന്റെ ചിന്തകളും എന്റെ സ്വപ്നങ്ങളും എന്റെ നടപടികളും മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ഭക്തിയെ, വിശ്വാസങ്ങളെ, ശാസ്ത്രബോധത്തെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു തലമുറ മാറുമ്പോൾ അങ്ങനെ ആകരുത്. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ സ്വപ്നങ്ങളും ഒന്നാണ്, അയൽപ്പക്കക്കാരും നാമും നമ്മുടെ ചിന്തകളും ഒന്നാണ്. നമുക്ക് സുഖസമൃദ്ധമായി ജീവിതം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ പ്രകൃതിയിൽ സുഖമായി ജീവിക്കണം എന്ന് പറയുന്നതാണ് ഈ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മമ്മിയൂർ ക്ഷേത്രത്തിലെ ചൈതന്യവും ഇവിടെയുള്ള ചൈതന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിശ്വാസികളും അതിന്റെ സാരഥികളും ഒക്കെ എല്ലാ കാലത്തും പ്രവർത്തിക്കേണ്ടത്. അതിനാണ് ക്ഷേത്രം. നമ്മൾ എന്താണോ അതാണ് ക്ഷേത്രം. നമ്മുടെ ശരീരം എന്താണോ അതാണ് ക്ഷേത്രം. നമ്മുടെ ശരീരം നമ്മളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് ക്ഷേത്രം. ആ ക്ഷേത്ര വിശ്വാസങ്ങളൊന്നുമില്ലാതെ ഞാൻ മാത്രമാണ് ശരി, എന്റെ ചിന്തകളാണ് ശരി, എന്റെ ബോധ്യമാണ് ശരി എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം മനുഷ്യരല്ലാതാകുന്നത്. ഭാരതത്തിന്റെ സങ്കല്പം തന്നെ ഈശ്വര വിശ്വാസത്തോടൊപ്പം ഈശ്വരനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തത്വചിന്തകളുണ്ട്. ആ രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോയി ഈശ്വര വിശ്വാസത്തിലേക്ക്, ധർമ്മത്തിലേക്ക് മനുഷ്യനെ നയിച്ച മഹർഷിയുടെ ഒരു പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയെ തേടി പോകലാണ് യഥാർത്ഥത്തിൽ ഭക്തി. എല്ലാം നേടിയാലും എല്ലാവരും ഒന്നായി കഴിഞ്ഞാലും ഇനിയുള്ള മാനസിക തലങ്ങളിലേക്ക് മനുഷ്യന്റെ ജീവിത ദർശനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭാരതീയ മഹർഷിമാർ ആത്മീയതയുടെ രസം ജീവിതത്തിലേക്ക് കൂട്ടിക്കലർത്തിയത്. ആത്മീയ എന്ന ബോധം, സ്നേഹം എന്ന ബോധം, കടപ്പാടുകളും രീതിയിലേക്കുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ ഭാരതീയ ആചാര്യന്മാർ ഇതിനു വേണ്ടിയാണ്. എല്ലാം നേടിയാലും അടുത്ത ജന്മം, അടുത്ത ചിന്തകൾ, അടുത്തത് എന്തായിരിക്കണം മനുഷ്യന്റെ ചിന്തകൾ എന്ന് പറഞ്ഞ് ആ ലോകത്തിനോട് സംവദിച്ച മഹാമനീഷികളുടെ നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലെ ജനത, ഒരു പാശ്ചാത്യർ ഒരു കാലത്ത് അവിടെ നിർത്തി, എല്ലാവരും ഒന്നാണെന്ന് വിശ്വസിച്ചിട്ട് അവിടെ നിർത്തിയപ്പോ ഭാരതീയത അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർത്തിയിരുന്നില്ല. അവർ പിന്നെയും ചിന്തിച്ചിരുന്നു എന്തായിരിക്കണം ഒരു ലോകം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഞാൻ നേടിയ അത്ര അക്കാദമിക് വിദ്യാഭ്യാസം ഈ ജന്മത്തിൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അത്രമാത്രത്തോളം ബിരുദാനന്ദവും ബിരുദമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയവനാണെന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുവർചിത്രം എഴുതിയ കലാകാരന്റെ മുമ്പിൽ സരിഗമ പഥനിസ എന്നെഴുതിയ ആ ഗാനരചയിതാവിന്റെ കൽത്തൂണുകൾ രചിച്ച ഗാനരചയിതാവിന്റെ മുമ്പിൽ എന്റെ അറിവ് എന്തെങ്കിലുമാണ്. അതൊക്കെ പോട്ടെ, നെൽമണി കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അവർ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുമ്പോ ആ അരിമണി നേടിയ കർഷകന്റെ വിജ്ഞാനത്തിന് മുമ്പിൽ എന്റെ അറിവ് എന്തെങ്കിലുമാണ്. നമ്മളെല്ലാവരും അറിവിന്റെ മേഖലയിൽ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ പോലെ അവിടെയും ഇവിടെയും ഒക്കെ നിൽക്കുന്നു എന്ന് പഠിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ആസ്വദിക്കുന്നതും ജീവിതത്തിൽ ബോധ്യപ്പെടുത്തുന്നതുമായ ആ ആത്മബോധമുണ്ടല്ലോ, ആ ആത്മബോധമാണ് ഭക്തി. ആ ഭക്തിയെക്കുറിച്ചും നമ്മൾക്ക് ചിന്തയില്ല. കുറച്ചൊരു അക്കാദമിക് വിദ്യാഭ്യാസം നേടി എന്ന് അഹങ്കരിക്കുമ്പോൾ IAS നേടിയാൽ, വല്ല BTech നേടിയാൽ, അല്ലെ MBBS നേടിയാൽ
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുറച്ച് വിജ്ഞാനമുണ്ടെങ്കിൽ ഞാനാണ് ശരി. മണ്ണിൽ പണിയെടുക്കുന്നില്ല, മണ്ണിനോട് സ്നേഹമില്ല, ഈ മണ്ണിലേക്കാണ് തിരിച്ചു പോകേണ്ടതെന്നുള്ള ബോധ്യമില്ല, അച്ഛനോടുള്ള സ്നേഹമില്ല, പ്രകൃതിയോട് സ്നേഹമില്ല. അങ്ങനെയൊക്കെ പോകുമ്പോ അങ്ങനെ പോകരുത്, മാ നിഷാദ, നീ പോകരുത്, അരുത്, ചെയ്യരുത് എന്ന് പറയുന്ന ആത്മജ്ഞാനികളുടെ നാടാണ് ഭാരതം. അതുകൊണ്ട് ഭാരതത്തെ, ഈ പുണ്യഭൂമിയെ വിശ്വഗുരു, ലോകത്തിന് മുഴുവൻ വെളിച്ചം കാട്ടുന്ന വലിയ മനുഷ്യരുടെ നാട് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുവാനുള്ള കാരണം അതാണ്. ആ കാരണമാണ് യഥാർത്ഥത്തിൽ പൂന്താനം പിന്നെ ഋഗ്വേദവും യജുർവേദവും അഥർവവേദവും സാമവേദവും ഒക്കെ കൂട്ടിക്കലർത്തി അതിന്റെ അന്തസത്ത പച്ച മലയാളത്തിൽ എഴുതി രാവിലെ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ രാവിലെ പീലീലയിലൂടെ കേൾക്കുന്നത്. പക്ഷേ നമുക്കതിങ്ങനെ കേൾക്കും, നമ്മളൊരു ചവിട്ടിലൂടെ കേൾക്കും, നമ്മളത് പോകും. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും അതാണ് നടക്കുന്നത്. പൂന്താനം അതാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പൂന്താനം പറഞ്ഞത്? ഇന്നലെയോടമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിയില്ല. ഒരുപക്ഷെ ഞാനാണ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കുന്ന ഒരാള്. രാവിലെ ഞാൻ രോഗികളെ എന്റെ വീട്ടിൽ നിന്ന് പരിശോധിക്കുന്നു. അതല്ലെങ്കിൽ രാവിലെ എന്റെ വാർഡുകളിലൂടെ പോയി കഴിഞ്ഞാൽ ഹൃദയസ്തംഭനം വന്നവരും പിന്നെ വളരെ വലിയ പല അസുഖങ്ങളുള്ള ആൾക്കാരെ ഞാൻ കാണുന്നു. വൈകിട്ട് ഇയാള് കാറിടിച്ചു മരിച്ചു എന്ന് കേട്ടാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ഇതെല്ലാം എന്റെ കൈകൾ കൊണ്ട് ഒരേ ദിവസം നടക്കുന്നു. പലപ്പോഴും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാകും. ഇങ്ങനെയൊക്കെ ബാധ്യസ്ഥനാകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. സത്യമല്ലേ പറഞ്ഞത്? അത് വേദമാണ്, ഋഗ്വേദമാണ്. പക്ഷേ നമുക്ക് ഈ ഋഗ്വേദവും യജുർവേദവും അഥർവവേദവും സാമവേദവും പുരാണങ്ങളും ഒക്കെ പുസ്തകങ്ങളാണ്. നമ്മളിതിങ്ങനെ ഒരു ഷെൽഫിൽ വെച്ചിരിക്കുക. കുറച്ചു നേരം യൂട്യൂബിലൂടെ കാണാനും കുറച്ചിലൂടെ ഈ പിന്നെ പെൻഡ്രൈവിലൊക്കെ കാണാനാണ് പുതിയൊരു തലമുറ ശ്രമിക്കുന്നത്. അതിങ്ങനെ ചെവിട്ടിൽ ഇങ്ങനെ കേൾക്കുക, കുറച്ചു നേരം ഭക്തിയെ കുറിച്ച് ഇങ്ങനെ കേൾക്കുക, കുറച്ചു നേരം സ്നേഹത്തെ കുറിച്ച് കേൾക്കുക. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ മറന്നു പോവുക. ഈ വേദവും പുരാണവും ഒക്കെ ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത കഥകളാണ്, ഈ സമൂഹത്തിന്റെ കഥയാണ്, ഒരു ചരിത്രമാണ്, സ്നേഹത്തിന്റെ ചരിത്രം. ആ ചരിത്രം പറയുന്നതിലൂടെ തത്വശാസ്ത്രങ്ങൾ ലോകത്തോട് പറയാം മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കണം. അതല്ലാണ്ട് എന്താ ഇതിൽ എഴുതി വെച്ചത്? ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഭംഗിയായി മലയാള ഭാഷയിൽ ഒരാൾ എഴുതി, പൂന്താനം എഴുതി രാവിലെ കേൾപ്പിക്കുന്നു. എന്താണ് കേൾപ്പിച്ചത്? എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു 2-3 ഫോണെങ്കിലും വന്നിട്ടുണ്ടാവും. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ അയാൾക്ക് രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു പോയി പഠിച്ചു പോയി ഡോക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞത് പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കണം. അതല്ലെങ്കിൽ ഒരു ഈ കമ്പിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോയി ഡോക്ടറെ, എങ്ങനെയെങ്കിലും എന്റെ പരിപാടികൾ ചെയ്യാൻ നടത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഫോണുകൾ ഒരേ സമയത്ത് ഇങ്ങനെ വരികയാണ്. അതെന്താ തെളിയിക്കുന്നത്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരവും എന്നറിയാം. അപ്പൊ നാളെ ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിലൊന്നും വീട്ടിലെത്തണമെന്നില്ലല്ലോ, അടുത്ത സെക്കൻഡിൽ വന്നില്ല. പക്ഷെ നമ്മൾ ഇതിങ്ങനെ പൂന്താനത്തിന്റെ പിന്നെ ഭാഷയിലൂടെ കേൾക്കുന്നു. പക്ഷെ നമുക്കത് മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ മലയാളത്തിന്റെ സ്ഥിതി എന്താണ്? മലയാളത്തിൽ ഞാന് പിന്നെ ബിരുദാനന്തര ബിരുദം, ഞാൻ മലയാളത്തിൽ സാഹിത്യം എഴുതുന്ന ആളാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കവിതകളിൽ ഞാൻ കവിതകൾ എഴുതാറുണ്ട്. ഇംഗ്ലീഷ് മാസ്റ്റർ ബിരുദം ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷയോടോ സംസ്കൃതത്തിനോടോ അറബിയോടോ ലാറ്റിനോടോ ഫ്രഞ്ചിനോടോ ചൈനീസ് ഭാഷകളോടോ നമുക്കൊന്നും ദേഷ്യമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരിക്കലും ദേഷ്യം ഉണ്ടാവരുത്, മാത്രമല്ല അതൊക്കെ പഠിക്കുകയും വേണം. പക്ഷേ സ്വന്തം മലയാള ഭാഷയുണ്ടല്ലോ, മുലപ്പാലിന്റെ ഭാഷ, അതും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ തലമുറയ്ക്കും അജ്ഞാതമായിരുന്നു. സത്യമല്ലേ ഈ പറയുന്നത്? യഥാർത്ഥത്തിൽ നടക്കുന്നത് അതല്ലേ? എന്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജോലിക്കാരന്റെ വീട്ടിൽ പോയി. അവർ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ അയാളെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പം അദ്ദേഹം തന്റെ മക്കളെ ഇങ്ങനെ പറയാണ്, മൈ സൺ ഡസ് നോട്ട് നോ ഹൗ ടു റീഡ് ഇൻ മലയാളം, ഹി ക്യാൻ സ്പീക്ക് ലിറ്റിൽ ബിറ്റ്. എന്നോട് ഇംഗ്ലീഷിൽ പറയാണ്. അപ്പൊ ഞാൻ ആ അല്പനെ നോക്കി കുറെ നേരം ഇരുന്ന് നോക്കി. ഈ മണ്ണ്, ഇവിടെയുള്ള ചക്ക മാങ്ങ, ഇവിടെ സ്വന്തം അച്ഛൻ ആ മലയാളത്തെ മറന്നു പോയിരിക്കുന്നു. മലയാളം മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ കരുതരുത്, എല്ലാ ഭാഷയും ശരിയാണ്. പക്ഷെ സ്വന്തം അമ്മയുടെ ഭാഷ നിങ്ങൾ തിരസ്കരിച്ചപ്പോ നിങ്ങൾ അമ്മയെ മറന്നു, അച്ഛനെ മറന്നു, ഏട്ടനെ മറന്നു, അമ്മാവനെ മറന്നു. യഥാർത്ഥത്തിൽ ഭക്തി ഇല്ലാതായി. സത്യം അതാണ്, ഭക്തി ഇല്ലാതായി. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ മാത്രമാണ് ഭക്തി എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല. ഓരോ നാടിനും ഓരോ ഭാഷയുണ്ട്, സംസ്കൃതികളുണ്ട്, ആ ജീവിതത്തിൽ അവർ പോകുന്നു. പക്ഷെ സ്വന്തം ഭാഷയെ തിരസ്കരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം ഭാഷയെ, സ്വന്തം വിജ്ഞാനത്തെ നിങ്ങൾ കുരുതി കൊടുക്കുമ്പോൾ നിങ്ങൾ അല്ലാതായി. നീ എന്റെ ഞാറ്റുവേലയെ പോലും കൊണ്ടുപോയില്ലേ കാറ്റേ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പോവാൻ. ഇപ്പം ബ്രിട്ടീഷുകാരനോ ചൈനക്കാരനോ
അല്ലെങ്കിൽ ജർമ്മൻകാരനോ നമ്മളോട് പറയേണ്ടിയിരിക്കുന്നു ഭൂതാളത്തിന്റെ ജ്ഞാനപ്പാല പഠിക്കാൻ, മലയാളം പഠിക്കാൻ, നല്ല മുണ്ടെടുക്കാൻ. ഇതൊക്കെ നമ്മളോട് പറയേണ്ടിയിരിക്കുന്നു പാശ്ചാത്യർ. നമ്മൾക്ക് തന്നെ വശമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ടതാണ്, നിങ്ങളുടെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പരിതസ്ഥിതികളുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെയൊക്കെ വിശാലമായ അർത്ഥം സ്വന്തം ജീവിതം ഏറ്റവും മേന്മയുള്ളതായി, ധാർമ്മികപരമായി, കരുണയുള്ളവനായി ജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ള ലഘു ഉദ്ദേശം മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നത് ഷെൽഫിൽ വെക്കാവുന്ന പുസ്തകങ്ങളായി മാറി, ഷെൽഫിൽ വെക്കാവുന്ന ചിന്തകളായി മാറി. നമ്മൾക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്ന ലെവലിൽ, പുച്ഛം തോന്നുന്ന ആകൃതിയിൽ നമ്മുടെ ആധുനികപരമായ ജീവിതത്തെ കൊണ്ടു നടന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ ഇന്ന് ചടങ്ങായി മാറി. ഇപ്പൊ അമ്പലത്തിൽ എങ്ങനെയാ വരുന്നത്? അമ്പലത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വരും, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഭാഗത്തോട് ഷർട്ട് മാറ്റിയെടുക്കും. അതിന് സമയമില്ല. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾ കൊണ്ടോ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രത കൊണ്ടോ നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ സമയമില്ല. ഒരു ഭാഗത്ത് നോക്കി നിങ്ങൾ അവിടെയുള്ള ചൈതന്യത്തെ നിങ്ങളൊന്ന് നോക്കി സല്യൂട്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെയോ പോകുന്നു. നെറ്റിയിൽ ചന്ദ്രമുണ്ട്, എന്താ കാര്യം? എല്ലാ ദിവസവും അമ്പലത്തിൽ വരുന്നുണ്ട്, എന്താ കാര്യം? എല്ലാ കാര്യവും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്, എന്താ കാര്യം? ഇതൊക്കെ ചെയ്യുന്നതും വരുന്നതും ഒരാളെ കാണിക്കാനൊന്നും അല്ല, ചെയ്യുന്നത് എന്തിനാ? തന്റെ ആത്മാവിനെ ലോകത്തിന്റെ നന്മകളോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദക്ഷിണം വെക്കുന്നത്. ആ പ്രദക്ഷിണം നിങ്ങൾ സത്യം മാത്രമേ ചെയ്യുള്ളൂ എന്ന് വലം വെക്കുകയാണ്, ധർമ്മം മാത്രമേ ആചരിക്കുള്ളൂ എന്ന് പറയാണ്, സ്നേഹമുണ്ടാകട്ടെ അത് ലോകത്തിന് മുഴുവൻ പ്രചരിക്കാൻ വേണ്ടി പറയാണ്. ഇങ്ങനെ പറഞ്ഞ് പ്രതിജ്ഞ ഒരു ചൈതന്യത്തിന്റെ മുമ്പിൽ, വിളക്കിന് മുമ്പിൽ അഗ്നിസാക്ഷിയായി പ്രദക്ഷിണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിന്റെ മുമ്പിൽ എല്ലാ ദിവസവും സത്യം ചെയ്യുക, നന്മകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന്, സത്യം മാത്രമേ ചെയ്യുള്ളൂ എന്ന്, ധർമ്മം മാത്രമേ ആചരിക്കുള്ളൂ എന്ന്, കരുണയുണ്ടാകുമെന്ന്, സ്നേഹമുണ്ടാകുമെന്ന് ഇങ്ങനെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട നമ്മുടെ സംസ്കൃതിയുള്ള നമ്മുടെ നാട്ടിലെ ജീവിതം ഇപ്പോഴെങ്ങനെയായി? ഇതൊന്നും വേണ്ടാതായി മാറിയിരിക്കുന്നു. ഇതെന്താണ് കഥ? ഈ ഭക്തിയുള്ള മനുഷ്യൻ എന്തായി തീർന്നിരിക്കുന്നു നമ്മുടെ മലയാളികൾ? ചിന്തിച്ചു നോക്കേണ്ടതല്ലേ എന്താ നടക്കുന്നത്? ഇപ്പോ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സ്ഥിതി എന്താണ്? നിങ്ങളൊന്ന് കഴിഞ്ഞ 3 ദശകങ്ങളിലായി ഈ നാട്ടിലെ വിവാഹം കഴിച്ച ആളുടെ രജിസ്ട്രേഷൻ നിങ്ങളൊന്ന് പോയെടുക്കാൻ, നിങ്ങൾക്ക് തൊട്ടടുത്ത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഇത് കിട്ടുമല്ലോ. കഴിഞ്ഞ 2020 മുതൽ 2010 മുതൽ 2030 വരെ നിങ്ങളെയൊക്കെ ഈ വിഭജിക്കുക 3 പതിറ്റാണ്ടായിട്ട്. എന്നിട്ട് നിങ്ങൾ നോക്കുക എത്ര കല്യാണങ്ങൾ ഇവിടെ നടന്നു, എത്ര കല്യാണം ഡൈവോഴ്സ്ഡായി പോയി. ഭീകരമായ ഒരു അവസ്ഥ എല്ലാ ജാതിയിലും എല്ലാ മതങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ആർക്കും പരസ്പരം വിശ്വാസമില്ലാതാവുകയാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഭക്തി എന്ന് പറയുന്നത് പരസ്പരം വിശ്വസിക്കുക, ഭാര്യയും ഭർത്താവും, അച്ഛനും മകളും, അമ്മയും മുത്തശ്ശിയും, അമ്മാവനും അയൽപ്പക്കക്കാരും, ഈ പ്രകൃതിയെ വിശ്വസിക്കുക, ഈ പ്രപഞ്ചത്തിലെ വിശ്വസിക്കുക, പ്രപഞ്ചത്തിലെ നന്മകളെ വിശ്വസിക്കുക. നിങ്ങളിങ്ങനെ കുറെ സംസ്കൃതവും കുറെ വാക്യങ്ങളും കാണാപ്പാടം ഉരുവിട്ട് പഠിക്കേണ്ടതല്ല. ഇതൊന്നും ജീവിതവുമായി കൂട്ടിക്കിടക്കണം. നിങ്ങൾ അഗ്നിവീണയെ പുരോഹിതം എന്ന് പറഞ്ഞ ഋഗ്വേദം തുടങ്ങുന്നു. ഈ ഋഗ്വേദം തുടങ്ങുമ്പം അഗ്നിയാണ് പുരോഹിതൻ, ഊർജമാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് പറയാണ്. ഊർജം, എനർജി, അതിനെ നശിപ്പിക്കുവാൻ കഴിയില്ല എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്? അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, ആ അഗ്നിക്ക്, അസ്ത്രങ്ങൾക്ക്, വെള്ളപ്പൊക്കത്തിന്, ജലത്തിന് ഒന്നും നിന്നെ നശിപ്പിക്കുവാൻ കഴിയില്ല, ഊർജത്തെ നശിപ്പിക്കുവാൻ കഴിയില്ല, എനർജിയെ നശിപ്പിക്കാൻ കഴിയില്ല. ആധുനികപരമായ ശാസ്ത്രത്തിലും എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് തന്നെയാണ് പറയണത്. ഇങ്ങനെ പറയുമ്പോൾ ഈ ഊർജത്തെ, ഈ സ്നേഹത്തെ, ഈ കടപ്പാടിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നമുക്കത് കഴിയുന്നു. ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു. ഒരു കണിയാനോട് പോയിട്ട് എന്റെ മകളുടെ ജാതകം ഇയാളുമായിട്ട് ഒത്തുചേരുമോ എന്ന് പറയുന്ന അതേ അച്ഛൻ അടുത്ത നിമിഷം ചോദിക്കുന്നത് ഇത് വിട്ടുപോയി, ഇതൊന്ന് നന്നാക്കി എടുക്കാൻ എന്താ മാർഗമെന്നാണ്. നിങ്ങളൊന്ന് പോയി നോക്കൂ എന്താണ് ഇതിന് കാരണം. പണ്ടൊക്കെ 1ഓ 2ഓ എന്നുള്ളത് കേൾക്കുമ്പോൾ നാട്ടുകളിൽ മുഴുവൻ ഇതാണ്. 1ഉം 2ഉം ഒന്നുമല്ല. എന്താണിത്? ഇപ്പൊ മാരേജിന് മുമ്പ് കൗൺസിലിംഗ് വേണമെന്ന് പറയാണ് എല്ലാവരും. എന്താ കാര്യം? ഇത് എപ്പോഴാണ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയും. ഈ കക്കാടിന്റെ സബലമി യാത്രയില് അദ്ദേഹം സബലമി യാത്ര എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ NN കക്കാട് വളരെ വിശാലമായി തന്റെ ഭാര്യയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സ്വച്ഛന്തമായ ജീവിതത്തെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന്റെ ഇടയില് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകൾ നീണ്ടൊരറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം, ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ സഖി
ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. അദ്ദേഹം പറയാണ്, ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. എത്ര മനോഹരമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി എന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാണ് കക്കാട് സബലമി യാത്രയിലൂടെ. ആ സബലമി യാത്രയിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചതും മറ്റൊന്നുമല്ല, ജീവിതം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മരണം വരെ കൈപിടിച്ച് ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ മരണം വരെ ഒരുമിച്ച് നിൽക്കാനും സ്നേഹിക്കാനും ആ കുട്ടികളുടെ സന്താനോത്പാദനത്തിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശ്വഗുരുവായി നമ്മുടെ കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും നന്മകൾ പഠിക്കാനും ഗുണങ്ങൾ ഉണ്ടാവാനും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. അതിനാണ് ഋഗ്വേദം, അതിനാണ് യജുർവേദം, അതിനാണ് അഥർവവേദം, ഇതാണ് സാമവേദം. ഇതൊക്കെ സംസ്കൃതത്തിൽ പഠിച്ച് സംസ്കൃത വിദ്യാഭ്യാസം നേടി എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഇതിനെ മുഴുവൻ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടി മാറ്റിയെടുക്കുന്ന സമ്പ്രദായത്തെ നോക്കി അത് ചെയ്യരുത് എന്ന് പറയാനുള്ള സമയം എനിക്കും നിങ്ങൾക്കും അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വല്ലാത്തൊരു പാശ്ചാത്യപരമായ കാര്യം ശരിയാണെന്ന് വിശ്വസിച്ച് നടന്നു നീങ്ങുന്ന ഒരു ലോകത്തിലോട്ട് നമ്മൾ നടന്നു നീങ്ങുന്നു. പക്ഷെ അത് ശരിയാണോ? ഈ ബ്രിട്ടീഷുകാരനും ഫ്രഞ്ചുകാരനും എല്ലാവിധ വിദേശ ശക്തികളും ഈ ഭാരതത്തിലെ ഉഴുതു മറിച്ചിട്ട് പോയിട്ടും ഈ നാടിനെ അവർക്ക് തൊടാൻ കഴിയാതെ പോയത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടുത്തെ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളമായ തീവ്രമായ ദൃഢമായ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബ ബന്ധങ്ങൾ വിള്ളലുണ്ടാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കേൾക്കുന്ന ഈ സംസ്കൃത കാവ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല. ഈ കത്തിച്ചു വലിക്കുന്ന വിളക്കിന് അർത്ഥമില്ല. ഒരു മനുഷ്യൻ സ്നേഹത്തോടുകൂടെ തന്റെ ഭാര്യയുമായി ഒരുമിച്ച് ചേർന്നുള്ള ഒരു കുടുംബം, ആ കുടുംബം ചേർന്ന ഒരു സമൂഹം, നിരവധി സമൂഹം ചേർന്ന ഒരു രാഷ്ട്രം, ഒരു അങ്ങനെയൊക്കെ പോകുന്ന ഒരു ജനജീവിതവും അതിന്റെ ഒരു ഭരണഘടനയുമാണ് നമുക്കുള്ളത്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബം ഇല്ലാതാകുമ്പോൾ ഒരു രാഷ്ട്രത്തെ തന്നെ പ്രത്യേകിച്ച് നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്ത് ഭാഷയിൽ പഠിച്ചാലും നിങ്ങളുടെ മലയാളത്തെ നിങ്ങൾ സ്നേഹിക്കണം, മലയാളം നിങ്ങൾ നെഞ്ചിലേറ്റി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാ ഭാഷകളും പഠിക്കണം, ആഗ്രഹിക്കുന്നിടത്തോളം ഭാഷകൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. പക്ഷേ സ്വന്തം അമ്മയുടെ ഭാഷ പഠിച്ച് ആ ഭാഷയുടെ സംസ്കാരത്തിലോട്ട് നിങ്ങൾ പോകുമ്പോൾ അത് പാരായണം ചെയ്യുന്ന ഒരു സത്യമുണ്ട്. ഈ അക്ഷരങ്ങളുടെ നിറമാലകളിൽ നിങ്ങൾ കോർത്തെടുക്കേണ്ട ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് സത്യമാണ്, ആ ധർമ്മം എന്നത് കരുണയാണ്, ആ ധർമ്മം എന്ന് പറയുന്നത് സമത്വമാണ്. ആ ജീവിത ദർശനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സംസ്കൃത മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ നാരായണീയത്തിലും ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലും ഈ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതാത് കാലഘട്ടത്തിന്റെ ജീവിതവുമായി ആ കാവ്യങ്ങൾക്ക് ബന്ധമുണ്ട്. പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ആധുനികപരമായി നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകത്തിന്റെ അപ്രാപ്യമായ ചില കാര്യങ്ങളൊക്കെ അവിടെ കണ്ടേക്കാം. എന്നിരുന്നാലും ആകത്തുക നിങ്ങൾ നോക്കുമുണ്ടല്ലോ, ആ നോക്കുമ്പോൾ ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയത് മനുഷ്യന്റെ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കാനുള്ള ആശയങ്ങളും അത് നടത്താനുള്ള സന്ദേശവും അത് നടത്തിയെടുക്കാനുള്ള ജീവിതത്തിന്റെ പ്രാർത്ഥനകളും ദൃഢതയുമാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. ആ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നമ്മുടെ ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മളൊക്കെ ഈ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളൊന്ന് നടന്നു നീങ്ങേണ്ടതുണ്ട്, നമ്മളൊന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളൊന്ന് പോകേണ്ടതുണ്ട്. ആ പോകുമ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് എത്രയോ ദശാബ്ദങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം, സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറം ഭാരതീയ ഋഷിമാർ ആ കോർത്തു വെച്ചിരിക്കുന്ന അക്ഷരമാലകളിലൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ജീവിത സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രപഞ്ചത്തിന്റെ നന്മകളാണ്. ആ നന്മയാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്കത് സാധിക്കുന്നുണ്ട്. ഞാന് ചൈനയിൽ എന്റെ PhDക്ക് കുറച്ചു കാലം ചൈനയിലുണ്ടായിരുന്നു. ഈ ചൈന എന്ന് പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ജനത്തിൽ എത്ര പേര് ചൈനയിൽ പോയിട്ടുണ്ട് എനിക്കറിയില്ല. നമ്മളെല്ലാം ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ സിവിൽ സ്ട്രക്ചറും ഭൗതികമായ അന്തരീക്ഷവും മാറ്റാൻ അവിടുത്തെ ഭരണകൂടത്തിന് അവർക്കത് സാധിച്ചിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം ആത്മീയതയുടെ ദർശനങ്ങളിലേക്കോ പൈതൃകങ്ങളിലേക്കോ ഞാൻ കണ്ണോടിക്കുന്നില്ല. പക്ഷെ അത്രമാത്രത്തോളം അവരുടെ അമ്പലചുംബികളായ കെട്ടിടങ്ങളും അവിടെ പൂന്തോട്ടവും ഒന്നും പറയണ്ട, അത്രമാത്രത്തോളം അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയ ആ സമൂഹത്തിന്റെ ഒരു സർവകലാശാലയിലെ ഞാൻ എന്റെ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം പോയി. അവിടെ എല്ലാവരും പരസ്പരം സംശയിച്ചാ നോക്കുക. ഞാൻ അവിടെ എന്റെ ഒരു പ്രസംഗം നടത്തി. ഇംഗ്ലീഷിലാണ് എന്റെ പ്രസംഗം. ഇംഗ്ലീഷിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ ചൈനീസ് വിദ്യാർത്ഥികൾ ഇപ്പൊ ഇംഗ്ലീഷ് ധാരാളം പഠിക്കുന്നുണ്ട്. ചൈനീസ് ഭാഷകൾക്ക് പുറമെ അവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിച്ചു. കുട്ടികളോട്, നമ്മുടെ നാട്ടിലുണ്ടല്ലോ സർവകലാശാലയിൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്
എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കൂ, വീടുകളിൽ പോയി ചോദിച്ചു നോക്കുക, കുട്ടികളോട് ചോദിക്കുക. അത് ശരിയോ തെറ്റോ എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ കുട്ടികളോട് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികളോട് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ബഹുഭൂരിപക്ഷവും പഴയ കാലത്ത് പറയാ ഡോക്ടർ ആവാൻ പഠിക്കുക എന്നാണ്. ഇപ്പൊ ചില ആൾക്കാർ കളക്ടർ ആവാൻ പഠിക്കുക എന്ന് പറയും, ചില ആൾക്കാർ വക്കീലാവാൻ പഠിക്കുക എന്ന് പറയും, ചില ആൾക്കാർ അധ്യാപകരാവാൻ പഠിക്കുക എന്ന് പറയും, ചില ആൾക്കാർ ഇപ്പൊ MLA-ക്കൊക്കെ വേണ്ടി പഠിക്കുന്നുണ്ട്, പലതും പഠിക്കുന്നുണ്ട് കുട്ടികൾ. ഇങ്ങനെ ഓരോ തസ്തികകൾക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ സർവകലാശാലയിൽ പോയ കുട്ടികളോട് ചോദിച്ചാൽ ഉണ്ടാകുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ നാട്ടിൽ ഞാനിങ്ങനെ പോയി ചോദിക്കാറുണ്ട് രസാവത്തിൽ, എന്തിനാ കുട്ടികളെ പഠിക്കുന്നത്? അപ്പൊ കുട്ടികൾ ഇങ്ങനെ എഴുന്നേറ്റ് പലതും പറയും. ഇങ്ങനെയാണ് പറയുക, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു കണക്കെടുത്താൽ കുട്ടികൾ എങ്ങനെയാ പറയുക. പക്ഷെ ഞാൻ ചൈനയിൽ പോയി, ചൈനയിലെ വിദ്യാർത്ഥികളോട് എന്റെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടികൾ, ഓരോ കുട്ടിയും പറഞ്ഞ എന്താ അറിയോ, ഐ ആം സ്റ്റഡിങ് ഫോർ മൈ ബിഗ് ചൈന, എന്റെ ചൈനയ്ക്ക് വേണ്ടി പഠിക്കുക. ഒരു കുട്ടി പോലും എന്നോട് ഡോക്ടർ ആവാൻ പഠിക്കാനോ വക്കീലാവാൻ പഠിക്കാനോ കളക്ടർ ആവാൻ പഠിക്കാന്ന് പറഞ്ഞില്ല. ഐ ആം സ്റ്റഡിങ് ഫോർ മൈ ബിഗ് ചൈന, ഞാൻ എന്റെ ചൈനയ്ക്ക് വേണ്ടി പഠിക്കുകയാണെന്ന് ഇങ്ങനെ പറയാണ്. അത് ഞാന് ആദ്യം എനിക്കിത് കേൾക്കുമ്പോൾ എന്റെ നാട്ടിൽ ആരും ഇങ്ങനെ പറയുന്നില്ലല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിഷമിച്ചു പോയി. പക്ഷേ പിന്നീട് ഞാൻ എന്റെ ആത്മസംസ്കൃതിയിലേക്ക് കണ്ണോടിച്ചു, എന്റെ ജീവിത ധന്യതകളിലേക്ക് ഞാൻ കണ്ണോടിച്ചു. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഞാൻ തെരഞ്ഞു നടന്നു. ഭാരതീയ മഹർഷിമാർ, ഭാരതീയ പൈതൃകം ലോകത്തിനോട് പറഞ്ഞത് ലോകാ സമസ്ത സുഖിനോ ഭവതു എന്നാണ്. ലോകം മുഴുവൻ സുഖമായിരിക്കാൻ പഠിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കുള്ളത്. അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല, ചൈനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിലെ സകലതിനും വേണ്ടി അവരുടെ നന്മകൾക്ക് വേണ്ടി പഠിച്ച ഒരു വലിയ പൈതൃകമുള്ള വിദ്യ അഭ്യസിച്ച ഈ നാട്ടിലാണ്, ഈ പൂർവികരുടെ ഈ പുണ്യഭൂമിയിലാണ് ഇത്തരം ജീവിത രീതികളിലേക്ക് നമ്മുടെ തലമുറയെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നാം ഒന്ന് വിദ്യയിലൂടെ ഒന്ന് കണ്ണോടിക്കേണ്ടത്. അതാണ് ഈ രാവിലെ പൂന്താനം മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നീതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്നോരു ഗർദഭം. എനിക്ക് പലപ്പോഴും പല ഓഫീസുകളിലും പോയാൽ, നിങ്ങൾക്ക് തന്നെ പല ഓഫീസുകളിലും പോയാൽ, അതൊരു വില്ലേജ് ഓഫീസ് പോയാൽ, പോലീസ് സ്റ്റേഷനിൽ പോയാൽ, ആശുപത്രിയിൽ പോയാൽ, അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പലയിടങ്ങളിൽ പോയാൽ വ്യക്തികളെ കണ്ടാൽ നിങ്ങൾക്ക് ഓരോന്നും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും. എന്താ തോന്നുന്നത്? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നീരു ചിലർ. ഒരിത്തിരി എന്തെങ്കിലും അക്കാദമിക് വിദ്യാഭ്യാസം നേടിയാൽ ഞാൻ വലിയ ആളാണെന്ന് വിശ്വസിക്കുക. എവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും സമൂഹമൊന്നും നമ്മുടെ കൂടിയല്ലാതെ മനസ്സിലാക്കുകയാണ്. ഇതൊന്നും നമ്മുടെ കക്കാണ്, കളവ് പറയാണ്, കൊള്ളയടിക്കാണ്, വഞ്ചിക്കാണ്, രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കാണ്, പെൺവാണിഭം നടത്തുകയാണ്. അക്കാദമിക് വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും മൂല്യമുള്ള മനുഷ്യനാവാനാണ് ശ്രമിക്കേണ്ടത്. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് MA പഠിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കഴുത്തിൽ അണിയുന്ന ആഭരണം പോലെ മാത്രമേ ഉള്ളൂ. ഒരു മോതിരം ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെയുള്ള ഈ ബിരുദങ്ങൾ. ആ ബിരുദങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ലോകമുണ്ട്. സർവകലാശാലകൾക്കപ്പുറം പുഴുക്കളിൽ നിന്ന്, പൂക്കളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, അച്ഛനിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും, ജലത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ. ആ അറിവ് ആകത്തുക അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യ അഭ്യസിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു വിദ്യ ആഭാസമാവും. ആ വിദ്യ ആഭാസത്തെയാണ് പൂന്താനം വളരെ പുച്ഛത്തോടുകൂടെ അദ്ദേഹത്തിന്റെ കവിതകള് എഴുതി അദ്ദേഹം പരിഹസിക്കുന്നത്. രാവിലെ നിങ്ങളത് കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നീതു ചിലർ. വലിയ ആളാണെന്ന് വിചാരിക്കരുത്. ആ വലിയ ആളാണെന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വലിയ ആളാണെന്ന് വിശ്വസിക്കരുത്. താഴ്മതാണഭ്യുന്നതേ. നിങ്ങള് എത്രത്തോളം താഴ്ന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഉയർച്ച. ഒരു ബുദ്ധഭിക്ഷുവിനോട്, ഭാരത പൈതൃകം നെഞ്ചിലേറ്റിയ ബുദ്ധഭിക്ഷുക്കളുണ്ട്. ആ ബുദ്ധഭിക്ഷുവിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് വലുപ്പമുള്ള ആളാവാൻ സാധിക്കുന്നത്? അപ്പൊ അദ്ദേഹം ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ തല കുമ്പിട്ടുകൊണ്ട് തൊഴുതു നിന്നു. നിങ്ങൾ എത്രത്തോളം താഴ്ന്നു പോകും അത്രത്തോളം നിങ്ങൾ വലുതാവും.
ആ താഴ്മയാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ആ താഴ്മയാണ് നിങ്ങൾ ആ ചൈതന്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ചൈതന്യം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശവും മറ്റൊന്നുമല്ല. യഥാർത്ഥത്തിൽ താഴ്മയാണ് അഭ്യുന്നതി. മഹാത്മാഗാന്ധിക്കും ശങ്കരാചാര്യർക്കും നാരായണ ഗുരുദേവനും ബാങ്ക് ബാലൻസ് ഉണ്ടോ? എന്ത് ബാലൻസ് ആണോ? ത്യാഗരാജസ്വാമിക്കുണ്ടോ? ഇവർക്കൊക്കെ എന്താണല്ലോ? ഇവരുടെ ബാങ്ക് ബാലൻസ് ആണോ നമ്മൾ അവരോട് അടുപ്പിക്കുന്നത്? മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഭക്തി. അതാണ് നിങ്ങൾ ഈ വേദങ്ങളിലൊക്കെ പറയുന്നത്. ആ വേദം വിജ്ഞാനേതി, അതാണ് വിദ്യ. ആ വിദ്യയാണ് വൈദ്യനായി മാറുന്നത്. ആ വിദ്യയിലൂടെ വൈദ്യനായി മാറുന്നു. അപ്പൊ വേദങ്ങളിൽ എന്ന് പറയും, വേദം എന്ന് പറയുന്നത് അറിവാണ്. ഈ അറിവിനെയാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ആ ജീവിതത്തോടോ അവരുടെ സമർപ്പണത്തോടോ അവരുടെ ആ ഊർജത്തോടോ നമ്മൾ ഒരു കാലത്തും കുറച്ച് കാണരുത്. അവര് മിടുക്കന്മാരും മിടുക്കിയവരാണ്. ഈ ഭാരതത്തിന്റെ കുട്ടികൾ എന്നൊക്കെ പറയുന്ന അത്ര മിടുക്കന്മാരാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളിലേക്ക് നന്മകളുടെ വിത്തുകൾ, നന്മയുടെ വെളിച്ചം, ജീവിത ദർശനങ്ങൾ പാകുവാനുള്ള ബാധ്യത രക്ഷിതാക്കളായ നമുക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്, ഭക്തന്മാർക്കുള്ളതാണ്. ആ ഭക്തമായ ജീവിതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇല്ലാതെ പോയത്. ആ ഇല്ലാതെ പോകുന്നതില് നിങ്ങൾ വഴിമാറി നടക്കാൻ, നിങ്ങളെ നന്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ക്ഷേത്രം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്നിപ്പോ ക്ഷേത്രം ഒരു കച്ചവട സ്ഥാപനമല്ലല്ലോ, ഒരു വലിയ വ്യവസായ സംരംഭമല്ലല്ലോ. ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മകളെ കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലയമാണ്, ഒരു സ്ഥലമാണ്. അവിടെ പഴയ പല കടത്തനാടിലൊക്കെ അവിടെ മധ്യസ്ഥത ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ. അവിടെ ആത്മര ചുവട്ടിൽ നിന്ന് നീതിന്യായം നടപ്പാക്കിയിരുന്നു. അവിടെ അറിവ് കൊടുത്തിരുന്നു മനുഷ്യർക്ക്. ആയോധനകൾ പലതും ഉണ്ടായിരുന്നു. എന്തിന്? മനുഷ്യന്റെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, പ്രകൃതിയുടെ പുരോഗതിക്ക് വേണ്ടി, കുടുംബ ബന്ധങ്ങളെ നന്നാക്കുവാൻ വേണ്ടി. ഇതൊക്കെ വേണ്ടി ഉള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നതും മറ്റൊന്നുമല്ല, നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ്. ആ വിദ്യ അഭ്യസിച്ച് ആഭാസകരമായി കൊണ്ടു നടക്കാത്ത ഒരു സാഹചര്യത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഭക്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡോക്ടർ ആകുമ്പോൾ മനഃശാസ്ത്രത്തെ നമ്മൾ കൂട്ടുപിടിക്കാറുണ്ട്. പലതരം അസുഖമുണ്ടല്ലോ. ഷിസോഫ്രീനിയ ഉണ്ട്, ബൈപ്പോളാർ ഡിസോർഡേഴ്സ് ഉണ്ട്, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് ഉണ്ട്. നമ്മൾ പലതിനെയും ചികിത്സിക്കുന്നു, പല മനോരോഗങ്ങളെയും നമ്മൾ ചികിത്സിക്കുന്നു. വൈദ്യന്റെ ജോലി എന്ന് പറയുന്നത് വേദനയുള്ള മനുഷ്യൻ. ഞാനിപ്പോ MBBS MD ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പരിപാടി അധികവും മനുഷ്യന്റെ വേദനകളെ ചികിത്സിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വേദനകൾ, ഇങ്ങനെ വേദനകളെ ചികിത്സിക്കുമ്പോൾ മനുഷ്യൻ സമ്പത്ത് മാത്രം ആഗ്രഹിച്ച ഒരു രോഗിയെ ചികിത്സിക്കുന്നത് ശരിയാണ്. അങ്ങനെ ചികിത്സിച്ചിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വീരഭാഷണം പറയുന്നത് ശരിയാണ്. അത് ശരിയല്ല എന്ന് മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? പറയുന്നതേ പ്രവർത്തിക്കാവൂ, പറയുന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പോഴങ്ങനെയല്ലാലോ, ധാരാളം പറയുന്നു, ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കണം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളത് പറയുമ്പം സത്യമായിട്ടുള്ളത് ആചരിക്കാൻ കഴിയണം. ധർമ്മമായിട്ടുള്ളത് സംസാരിക്കുമ്പോൾ ധർമ്മം നമുക്ക് ആചരിക്കാൻ കഴിയണം. നീതി നടപ്പാക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ നീതി നമ്മൾ നടപ്പാക്കി കാണിച്ചു കൊടുക്കണം. ആ ധർമ്മ വികാരമാണ് യഥാർത്ഥത്തിൽ ഭക്തിയോട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ക്ഷേത്രമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വിശ്വാസവും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ആത്മീയത അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴങ്ങനെയാണോ? ആത്മീയത എന്ന് പറയുന്നത് എന്താ പറയാ, ഈശ്വരന് തുല്യമായി നമുക്കാവാം, ഈശ്വരനോട് അടുത്താവാം. ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞു നടക്കുന്നത് ശരിയാണ്. നമ്മളിപ്പോ കഷ്ടപ്പെട്ട് ദൈവമാണ്, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു നടക്കുന്നത് ഒരുതരം ആഭാസല്ലേ. ദൈവതുല്യമായി നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, കർമ്മമാണ് ഈശ്വരൻ. നിങ്ങൾ സൽപ്രവൃത്തി ചെയ്താൽ നിങ്ങൾ ഏറ്റവും മികച്ച ഈശ്വരന് തുല്യനായി നിങ്ങൾ മാറുന്നു. നമ്മളോട് നമുക്കൊരു ആരാധന തോന്നും. നല്ല മനസ്സ്, ആദർശമുള്ളവൻ, നല്ല മൂല്യങ്ങളുള്ളവൻ, അവരോട് ആരാധന തോന്നും. ആ ആരാധനയാണ് യഥാർത്ഥത്തിൽ ഈശ്വരനോട് നമ്മൾ അടുപ്പിക്കുന്നത്. ആ കർമ്മമാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ. നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ ഈശ്വര തുല്യനാകുന്നത്. പക്ഷേ ഇന്ന് ഈ ആത്മീയ വ്യാപാരമല്ലല്ലോ. ആത്മീയത ഒരു ബിസിനസ് അല്ല. ആത്മീയത എന്ന് പറയുന്നത് മറ്റൊരാളെ കാണിക്കാനല്ല. ആത്മീയത എന്ന് പറയുന്നത് പറഞ്ഞു വരുത്താനുള്ളതല്ല. നമ്മുടെ മനസ്സിന്റെ സംസ്കരണം, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുകയാണ്. നാമം ചൊല്ലുമ്പോൾ അതല്ലേ വേണ്ടത്? നാമം ചൊല്ലുന്നത് മറ്റൊന്നിന് വേണ്ടിയിട്ടാണ്. നാമം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളിയാണ് യഥാർത്ഥത്തിൽ ഭക്തി. ഇപ്പോഴങ്ങനെയല്ലാലോ. ഇപ്പൊ നമ്മുടെ കുറെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി. ഇതൊക്കെ വളരെ സത്യസന്ധമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാനൊരു വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോയപ്പം ആ വീട്ടിൽ മൂന്നാമത്തെ വീട്ടിൽ ഒരു മിടുമിടുക്കനായ ഒരു പാട്ടുകാരനുണ്ട്. അവിടെ 10-30 വയസ്സേ ഉള്ളൂ. ഉയർന്നു വരുന്ന നല്ല കലാകാരൻ. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇവരും നല്ല ഭക്തിയുള്ളവരാണ്, നെറ്റിയിൽ ചന്ദ്രനൊക്കെ ഉണ്ട്, ദൈവത്തിനൊക്കെ പൂജിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്.
അപ്പൊ ആ വീട്ടിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പാട്ടുകാരനെ പറ്റി ചോദിച്ചു, എങ്ങനെയുണ്ട് ആ പാട്ടുകാരൻ, നല്ല മിടുക്കനാണല്ലോ. അപ്പൊ ഇവർക്ക് സഹിക്കുന്നില്ല, എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. ഉടനെ അവർ എന്നോട് പറയാണ്, വിളക്കിങ്ങനെ വെച്ച് താഴോട്ട് എത്തിയിട്ടേ ഉള്ളൂ, ഉടനെ അവരെന്നോട് പറഞ്ഞെന്താ പറഞ്ഞാൽ, എന്തോന്ന് പാട്ട് അയാൾക്ക് തൊട്ടടുത്ത ബാങ്കിൽ 2 ലക്ഷം റുപ്യ, കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം റുപ്യ കടമുണ്ട്, അതിന്റെ ആള് വന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങനെയാണ്, ഒരു നല്ല കാര്യം ഒരാളെ കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ നന്മകളെ നമ്മൾ കാണുകയില്ല. ആ മനുഷ്യന് എന്ത് തിന്മയുണ്ട് അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് അവനെ നശിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ വരുന്നത്? യഥാർത്ഥത്തിൽ അതൊരു വെറും കാണിക്കലല്ലേ, ഷോ അല്ലേ? നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാനാണ് ഈ ക്ഷേത്ര ദർശനം, അല്ലേ? അതുകൊണ്ടാണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ ശാസ്ത്രം നമുക്ക് ചെല്ലുന്നത്, അതൊക്കെ ഇങ്ങനെ കള്ളത്തരത്തിൽ ചെല്ലാനുള്ളതല്ല. അതൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള ഈ പൂർണ്ണ ബുദ്ധികളുണ്ടല്ലോ, ഈ തെറ്റായ നമ്മുടെ ചിന്തകൾ, ക്രോധം, എന്താ പറയാ, അസാമാന്യമായി മനുഷ്യനെ ദ്രോഹിക്കാനുള്ള ആ നമ്മുടെ തൃഷ്ണ, അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, മനുഷ്യനായി കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ എന്നൊക്കെ ഇവിടുന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം എന്ത് കാര്യമുള്ളത്? നിങ്ങളുടെ മനസ്സിലെ ഈ ദുഷ്ടതയാണെങ്കിൽ നിങ്ങൾ എന്ത് ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജപിക്കുമ്പോ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളയണം, ക്രുദ്ധത ഉണ്ടാവരുത്. ഒരു മനുഷ്യന്റെ നന്മകളെ കണ്ടെത്തിയില്ലെങ്കിൽ ഈ പണിക്കൊന്നും നിങ്ങൾ വരരുത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നെറ്റിയിൽ ചന്ദനം അണിയുന്നുണ്ടെങ്കിൽ, നാരായണ എന്ന് നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ, നമശിവായ പഞ്ചാക്ഷര മന്ത്രം നിങ്ങൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് ഉത്തമ മനുഷ്യനാവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് ഭക്തജനങ്ങൾ അറിയണം. അതിനാണ് വേദം, അതിനാണ് ജ്ഞാനപ്പാന, അതിനാണ് നാരായണീയം, അതിനാണ് മഹാഭാരതം. അതാണ് ഈ വേദങ്ങളിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്, മറ്റൊന്നുമല്ല. ആ എഴുതി വെക്കുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് പറ്റിയ അപജയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിന്റെ പദാനുപത തർജ്ജമ നോക്കി നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോഴാണ്, വായിച്ചു നോക്കിയാൽ പോരാ, അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. മഹാത്മാഗാന്ധി, ഞാൻ അദ്ദേഹത്തിനെ പറയുന്നത്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം, അദ്ദേഹം ലാഹോറിലെ ഒരു 7-8 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു ബ്രിട്ടീഷുകാരൻ. അങ്ങനെ കഠിന തടവിന് ശിക്ഷിച്ചപ്പോ ആ കോടതി മുറിയിലേക്ക് ഗാന്ധി നടന്നു വരികയാണ്. ഗാന്ധിക്ക് സിന്ദാബാദ് വേണ്ടി വെക്കുന്ന നിരവധി മനുഷ്യർ, ഒന്നുമില്ലാലോ, ഒരു വടിയും കുത്തിപ്പിടിച്ച് പാവ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് മുമ്പേ നടന്നു പോയ ഒരു മഹാനുഭാവൻ, ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തെ വിരൽത്തുമ്പിലാക്കി നടന്നുപോയ ആ വലിയ മനുഷ്യന്റെ മുമ്പില് ആ ശിക്ഷ വിധിക്കുന്ന ന്യായാധിപൻ അറിയാതെ എഴുന്നേറ്റ് പോയി. അയാളെ സൗന്ദര്യം കണ്ടിട്ടല്ല, അയാളുടെ ഏതെങ്കിലും ആ കാലത്തുള്ള സ്വത്ത് കണ്ടിട്ടല്ല, മഹാപ്രതിഭ കണ്ടിട്ടൊന്നുമല്ല, ജീവിതത്തിൽ സൂക്ഷിച്ച മൂല്യങ്ങളെ ആലോചിച്ചിട്ടാണ്. സത്യം മാത്രമേ പറയുള്ളൂ, ധർമ്മമേ ആചരിക്കുള്ളൂ, സ്നേഹത്തിന്റെ നിറകുടമാണ്. നമുക്കതുണ്ടോ? അതിനൊക്കെ വേണ്ടിയാണ് ഇത് ഈ മഹാഭാരതം, അതൊക്കെയാണ് ഇതൊക്കെ എഴുതിയത്. ഈ ഭഗവത്ഗീത മുഴുവൻ അതല്ലേ. നിർവികാരനായി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്തിനാണ്? ധർമ്മത്തിന് വേണ്ടി. ഇനി എന്തു പാർത്ത നോക്കി നിൽക്കുന്നു, സുനതനയനെ വധിക്ക നീ വേഗം. ഇത് കൃഷ്ണൻ അർജുനോട് പറയാ, കൊല്ലാൻ പറയാ കർണനോട്. ധർമ്മം നിലനിർത്താൻ പറയാൻ. നിന്റെ ധർമ്മം ഏതാണെന്ന് ചോദിക്കുകയാണ്. ആ ധർമ്മം നിലനിർത്താൻ ആഗ്രഹിച്ച പാരമ്പര്യമുള്ള ഒരു നാടാണ്. ആ ധർമ്മത്തെ, ആ ജീവിത സൗഭാഗ്യത്തെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. ആ പൂർവികതയുള്ള നല്ലതിനെ നമുക്ക് എടുക്കാൻ സാധിക്കണം, നന്മകളെ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ആധുനികതയും അത്യന്താധുനികയും പഴഞ്ചനും തമ്മിൽ ഒരു സെക്കൻഡിന്റെ അർത്ഥനിമിഷങ്ങൾ പോലുമുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇപ്പൊ ആധുനികരാന്ന് പറയുമ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പഴഞ്ചനായി. ഓരോ നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോഴും നിങ്ങൾ പഴഞ്ചനാവാൻ, എല്ലാം പഴഞ്ചനാവും. ആധുനികത അത്യന്താധുനികത എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വലിയ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. ഏത് ശരി ഏത് തെറ്റ് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ മൂല്യങ്ങളെയാണ്. ആ മൂല്യങ്ങളാണ് ഭക്തി. ആ ഭക്തിയിൽ സമത്വമാണ്, സ്നേഹമാണ്, കരുണയാണ്, കടപ്പാടുകളാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കലാണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്നാണെന്ന് വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുട്ടികൾക്കും ഞാൻ വിശ്വസിക്കുന്നവർക്കും മാത്രം നല്ല വീടുകളിൽ കഴിയാൻ എന്ന് പറയുന്ന ഭക്തിയാണ്. എനിക്ക് ഈ നാട്ടിലെ ഈ പഞ്ചായത്തില് വീടില്ലാത്തവർക്കൊക്കെ വീട് കെട്ടിക്കൊടുക്കുന്നതാണ് ഭക്തി. എല്ലാവർക്കും നല്ല വെള്ളം വേണം, ശുദ്ധമായ വെള്ളം. എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ വേണം, എല്ലാവർക്കും തൊഴിൽ വേണം, എല്ലാവർക്കും ഇതൊക്കെ വേണം. അതൊക്കെ ചിന്തിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ഭക്തി?
എന്തിനാ നിങ്ങൾ ഈ നമസ്കരിക്കുന്നത്? സാഷ്ടാംഗം നമസ്കരിക്കുന്ന, തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ആ നമസ്കാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഗോപി തൊടുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ അർത്ഥം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സമൂഹത്തിന്റെ നന്മ. ആ നന്മയാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ഭക്തിയുടെ അടിസ്ഥാന ശീല എന്ന് പറയുന്നത്. അതിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ പോരാ, നമ്മുടെ ഒരു തലമുറയോട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കണം. അത് മറ്റൊന്നൊന്നുമല്ല, നമ്മുടെ കുടുംബത്തെ ഭദ്രമാക്കാൻ, ഒരു സമൂഹത്തെ ഭദ്രമാക്കാൻ, ഒരു രാഷ്ട്രത്തെ, ഒരു പ്രപഞ്ചത്തെ ഭദ്രമാക്കി നിലനിർത്താനും അതിൽ നന്മകൾ വിരചിക്കാനും വേണ്ടിയുള്ള നിതാന്തമായ പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഭക്തി മുഴുവൻ നമ്മളെ ഈ ലോകത്തോട് നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മുടെ സാഹചര്യം കഴിയുന്നു, അങ്ങനെ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ആ വേദനയുള്ള കാര്യമാണ് ഉദാഹരണം പറഞ്ഞത്. നമ്മള് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, കർമ്മമാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കണം, കർമ്മമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം. പൂന്താനം പറഞ്ഞ ഭാഷയിലൂടെ വീണ്ടും പറയുകയാണെങ്കിൽ, ഞാൻ സർജറി ചെയ്യാൻ പോകുന്നു, ഞാൻ എന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സർജറി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ആരൊക്കെയാണുള്ളത്? നഴ്സുണ്ട്, അനസ്തറ്റിസ്റ്റ് ഉണ്ട്, അടിച്ചു വാരുന്ന ആളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഞാനൊരു ഒരു സിസേറിയൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അപ്പൻഡിസെക്ടമി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാ മനുഷ്യരുടെയും പ്രയത്നം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കെന്നുള്ള വിചാരം, ഞാൻ മാത്രമാണ് ശരി എന്നുള്ള വിചാരം ഇല്ലാതാവാൻ പൂന്താനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്താ പറഞ്ഞതയാള്? നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നതറിയേണ്ടതുണ്ടു നാം. നമ്മളെല്ലാം ബന്ധിപ്പിക്കുന്നത് ഈ കർമ്മമാണ്. അതുകൊണ്ട് ഈ കർമ്മമാണ് ഈശ്വരൻ, കർമ്മവൈഭവമാണ് ഈശ്വരൻ എന്ന് നമ്മളോട് പറയാണ്. പക്ഷെ നമ്മളിത് മലയാളത്തിൽ കേട്ടതുകൊണ്ട്, ഒരുപക്ഷെ മുറ്റത്തെ മുല്ലമ്മയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഭാഷയിൽ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടോ, നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടോ, അല്ല ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന ഇത് ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ഇതൊക്കെ തിരസ്കരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും അതെല്ലാം ഇനി മാറേണ്ട സമയമായിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. എല്ലാവരും പ്രായമുള്ള എല്ലാവരും, നമ്മുടെ കുട്ടികളൊന്നും മോശക്കാരല്ല, അത്ര മിടുക്കന്മാരാണ് അവര്. അവരിലേക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും 40 വയസ്സ് കഴിഞ്ഞവരാണ്. ഒരു 15ഉം 20ഉം 25 വയസ്സ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കുട്ടികളെ നിങ്ങളുടെ പരിപാടിക്ക് നിങ്ങൾ കാണാൻ സാധിക്കും? ഞാൻ കണ്ടിട്ടില്ല. 100 കണക്കിൽ പ്രഭാഷണങ്ങൾക്ക് ഞാൻ പോകുന്നത് എവിടെയെങ്കിലും കാണാറുണ്ടോ? ഇല്ല. എന്താണ് കാരണം? ഒന്നുകിൽ അവരിതിനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരല്ല കുറ്റക്കാർ. യഥാർത്ഥത്തിൽ നമ്മളാണ് വഴികാട്ടുകൾ, നമ്മളാണ്. ഗുരുനാഥൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ വെറുതെ എഴുതി വെച്ചാൽ ഗുരു എന്ന് ഗു എന്ന് പറയുന്നത് ഇരുട്ടും, രു എന്ന് പറയുന്നത് വെളിച്ചവും. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് ആര് കൈപിടിച്ചു നടക്കുന്നുവോ അവനാണ് ഗുരുനാഥൻ. യഥാർത്ഥത്തിൽ ഒരു അധ്യാപകരല്ലേ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാക്കൾ. ഈ LP UP ആരെങ്കിലും ലോകത്തിൽ വലിയവരാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മനുഷ്യർ. അവരാണ് ഗുരുക്കന്മാർ. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വലിയ മനുഷ്യർ. ഈ പ്രപഞ്ചത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കാക്കയെ, മുയലിനെ, ഈ മണ്ണിനെ, വെള്ളത്തെ, വെളിച്ചത്തെ, ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെ, ശാസ്ത്രത്തെ, നമ്മുടെ കൊച്ചു കുട്ടികളെ അവരുടെ തലച്ചോറിലോട്ട് പഠിച്ചു കൊടുക്കുന്ന ആ അധ്യാപകരുണ്ട്. ആ അധ്യാപകരാണ് ഏറ്റവും വലിയവർ, ഗുരുക്കന്മാർ. അവർ ഗുരുവായിരിക്കണം. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് നടത്തരുത്, മറിച്ച് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കുന്ന ആ വലിയ മനുഷ്യരാണ് പ്രപഞ്ചത്തിന്റെ. അതാണ് ഭാരതം ലോകത്തിനോട് പറഞ്ഞ ആ അധ്യാപകനുണ്ടല്ലോ, ആ ഗുരു, സബരിയ. ആ സബരിയാണ് യഥാർത്ഥത്തിൽ വലിയ മനുഷ്യൻ. നമുക്കത് ഉണ്ടും അങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നവരാണ് അവർ. അതാണ് യഥാർത്ഥത്തിൽ ഗുരുനാഥന്മാർ. ഒരു കുട്ടി പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഭംഗിയായി ഒരു കാര്യം പറഞ്ഞത്, ഒരു തലമുറ മറ്റൊരു തലമുറയ്ക്ക് കൊടുക്കാവുന്നത് പണമല്ല, സ്വത്തുക്കളല്ല. അത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി മരിച്ചു പോയാൽ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ കിട്ടിയതൊന്നും വരില്ല. കേസും അതിന്റെ മേലെ കേസൊക്കെ ആയിട്ട് പോകും. പക്ഷെ ഒരാൾക്ക് ഒരു തലമുറയ്ക്ക് മറ്റൊരു തലമുറയ്ക്ക് പകർന്നു നൽകാവുന്ന എന്താണ് എന്ന് ചോദിച്ചപ്പോ കുഞ്ഞത്തുള്ള ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, സൽപ്പേരാണ്. ഇന്ന ആളുടെ മകൻ, അത് ഭാരതം ലോകത്തിനോട് പറഞ്ഞതാണ്. വേദങ്ങളിൽ നിന്നാണ് അയാൾക്ക് അറിവ് കിട്ടിയത്. അയാളോട് പറയാം, ഇന്ന ആളുടെ മകൻ, ഇന്ന ആളുടെ മകൻ, പുത്രൻ, പുത്രി, നല്ല മനുഷ്യനായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ലോകത്തോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃകം. ആ പൈതൃകമാണ് ഞാൻ വീണ്ടും 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 എന്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുന്നത്. ആ മേഖലകളിലേക്ക്
നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ തലമുറയെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? കുട്ടികളോടുള്ള പരിപൂർണമായ വിധേയത്വം നിലനിർത്തിക്കൊണ്ട് അവരെ ഏറ്റവും മിടുക്കന്മാരാണെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ളത് കൊണ്ട് ആ കുട്ടികളെ നല്ല നിലയിലേക്ക്, നല്ല ഭാരതത്തിന്റെ സൽപുത്രന്മാരും പുത്രികളുമായി വളർത്താൻ ഈ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അനാഥാലയങ്ങളിൽ കാണും, നിങ്ങളെ ഞാൻ വൃദ്ധസദനങ്ങളിലേക്ക് കാണും. ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്, സങ്കടം തോന്നുന്നുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു സ്ഥലത്ത് പോയി. നിങ്ങൾ മനസ്സിലാക്കണ്ട, അവിടെ 100-100 ആളാണ്, 5000-ൽ പരം കുടുംബങ്ങളുണ്ടാവും. ഒരു സ്ഥലത്ത് ഞാൻ പോയതാണ്. അവിടെ ഭഗവത്ഗീത പ്രഭാഷണത്തിനാണ് ഞാൻ പോയത്. 5000-ഓളം കുടുംബങ്ങൾ ഉണ്ടാവും. 2500-ഓളം പേര് അവിടെ താമസിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ പോയതാ ഞാനത് നോക്കുമ്പോൾ. അവര് ഈ പാവങ്ങൾ 60 വയസ്സിന് അവർക്കൊക്കെ നല്ല കളിക്കാൻ എന്താ പറയാ വലിയ ഗ്രൗണ്ട് ഉണ്ട്, പൂജിക്കാൻ അവിടെ പള്ളികളുണ്ട്, ക്ഷേത്രമുണ്ട്, എല്ലാം ക്ലിനിക്കുകളുണ്ട്, എല്ലാം ഇതിന് പലതും വീട് അങ്ങനെ പലതും ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന പലതും ഉണ്ട് അവിടെ. മക്കളില്ല. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, ജോലിക്ക് വേണ്ടി പലയിടങ്ങളിലും പോയതാണ്, അച്ഛനും അമ്മയെ അവിടെ കൊണ്ടാക്കിയതാണ്. അപ്പോ ഞാൻ എന്റെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഓഫീസ് മുറിയിൽ പോയി. അപ്പോൾ അവിടെ ഒരു പാംലെറ്റിൽ എഴുതി വെച്ചത്, പേരൻസിന് 5 കൊല്ലം നോക്കാൻ 5 ലക്ഷം റുപ്യ, 10 കൊല്ലം നോക്കാൻ 8 റുപ്യ, 25 കൊല്ലം നോക്കാൻ ഇങ്ങനെ. ഇത് കൂടി വരികയാണ്. അതെന്താണ് കാരണം? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. പുത്രൻ എന്ന് പറയുമ്പോൾ പുരുഷാർത്ഥത്തെ ത്രാണനം ചെയ്യുന്നവൻ നല്ല അർത്ഥം. നിങ്ങൾ എങ്ങനെ ഈ ഇരിക്കുന്ന കൂട്ടത്തില് നിങ്ങളുടെ അച്ഛനും അമ്മയും ചെറുപ്പകാലത്ത് എങ്ങനെ നോക്കിയിരുന്നു? വാർദ്ധക്യമാവുമ്പോൾ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിമാരെ അതുപോലെ നോക്കുന്നതല്ലേ ഭാരതം? അതുപോലെ അവരെ പരിരക്ഷിക്കുന്നതാണ് ഒരു പുത്രന്റെ കടമ. പലപ്പോഴും നമുക്കതിൽ കഴിയില്ല, ജോലി സംബന്ധമായിട്ടൊക്കെ പോകും, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ജീവിതമാണ് നമുക്കിപ്പം വിധിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഇതിനൊരു കാരണമെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കേണ്ടതല്ലേ? പലയിടങ്ങളിലും അനാഥത്വം തേടിപ്പോകുന്ന മനുഷ്യർ, അനാഥത്വം തേടിപ്പോകുന്ന വൃദ്ധർ, അങ്ങനെ ആകാൻ പാടുണ്ടോ? നമ്മുടെ കുടുംബം ഭദ്രമായി ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ വേണം. അവർക്ക് നല്ല തൊഴിൽ വേണം. സ്നേഹമുള്ളവരായി മാറണം. ഈ തലമുറ ഈ പ്രകൃതിക്കും ഈ നാടിനും ഈ സർവ്വലോകത്തിനും മാതൃകകളായി നമ്മുടെ കുട്ടികൾ വളരണം. അതിനുള്ള വിദ്യയാണ് നമുക്ക് അവർക്ക് ഓതി കൊടുക്കേണ്ടത്. അത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ, കഴിഞ്ഞ പ്രാവശ്യവും വെള്ളപ്പൊക്കം വന്നപ്പോഴും പലപ്പോഴും ചില ആൾക്കാരിങ്ങനെ നദിയിലൂടെ ഒഴുകി ഓടി നടക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വന്നത് ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ വക്കീലന്മാരോ ശാസ്ത്രജ്ഞന്മാരോ ആയിരുന്നില്ല, ജീവനില്ലാത്തൊരു മരക്കഷ്ണമായിരുന്നു. അതിനെ തേടി പിടിച്ചാണ് ഒരാള് അയാളുടെ ജീവിതം രക്ഷപ്പെട്ടു പോയത്. നമുക്ക് ഓടിയെത്തുന്ന ആപത്തിലെത്തുമ്പോൾ ആരാണ് രക്ഷക്കെത്തുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാത്തിലും ചൈതന്യമുണ്ട്. അത് വിദ്യയാണ്, അത് വേദമാണ്, അതാണ് ഭഗവത്ഗീത. നിങ്ങള് വീണ്ടും സ്നേഹത്തോടെ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ഒരു ഗ്രന്ഥമാണ്, അല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ ആ ഗ്രന്ഥത്തിൽ എഴുതിയത് ഓരോ ജീവന്റെയും കഥയാണ്. ഒരു ഗ്രാമത്തിന്റെ, ഒരു പ്രപഞ്ചത്തിന്റെ, സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ കഥ. ആ കഥയിലൂടെ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞതാണ്. മനുഷ്യൻ എങ്ങനെ നന്നാവും, മനസ്സെങ്ങനെ രൂപപ്പെടുന്നു, വൈവിധ്യമാർന്ന മനുഷ്യന്റെ ജീവിത സങ്കല്പങ്ങൾ എന്താണ്, അവൻ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്, അവൻ തേടിപ്പോകുന്ന സത്യം ഏതാണ്, ദൈവം എന്താണ് നമ്മുടെ രാജ്യം, എന്താണ് കർമ്മം, എന്താണ് ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സമർത്ഥമായി വഴിക്കരികിലൂടെ ഇങ്ങനെ പറഞ്ഞു പോയ നിതാന്തമായ ഒരു യാത്രയാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ. അത്ര പവിത്രമാണത്. ആ കാലഘട്ടത്തിനനുസരിച്ച് പലതും എഴുതി. ഓരോ കാലഘട്ടമുണ്ട്. നമ്മൾ ഇന്ന് നേടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ പല യാഥാർത്ഥ്യങ്ങൾ എഴുതി വെക്കും. അത് ഓരോ തലമുറ ഇങ്ങനെ മാറി നൂറ്റാണ്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പല മാറ്റങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതിന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ചൊക്കെ പോയത് ഇതിനു വേണ്ടിയാണ്. അതിനുവേണ്ടി അങ്ങനെ വന്നിരിക്കുന്നതാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോഴും, ഇവിടെയൊക്കെ നിങ്ങൾ ഈ ക്ഷേത്ര ചൈതന്യത്തെ തൊഴുമ്പോഴും പ്രദക്ഷിണം ചെയ്യുമ്പോഴും വഴിപാട് നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണോ, ഇതൊക്കെ മനുഷ്യന്റെയും പ്രകൃതിയുടെയും നന്മകൾക്ക് വേണ്ടിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ്. നമ്മൾ ചെയ്യാൻ മടിക്കുന്നതും ഈ നന്മകളൊക്കെ ചെയ്യാനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ജീവിച്ച് മരിച്ച് ആവുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിൽ മുഴുവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. ആ ബാങ്ക് ബാലൻസ് ആണ്
നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ആ ജീവിത ധന്യതയാണ് നമുക്കുണ്ടാകേണ്ടത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയിട്ടുണ്ടാവും ഇവിടെ പലരും. എന്റെ അച്ഛന്റെ മനുജനാണ് അവിടെ മേൽശാന്തി ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട്. ആ കൊടുങ്ങല്ലൂർ ഭരണിയിൽ ഈ കോമരക്കാരിങ്ങനെ തലയിങ്ങനെ അടിച്ച് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിട്ട് വല്ലാതെയും ഇങ്ങനെ തെറിപ്പാട്ട് പാടി ഇങ്ങനെ നടക്കും. ആ പാടുമ്പോ അവരാദ്യം പറയുന്ന ഒരു 2 വരികൾ നിങ്ങളെല്ലാം പഠിക്കണം. ആ വരി അത് വേദമാണ്. എന്താ ചൊല്ലുന്നത് അറിയോ? താനാരോ തെന്നാരോ തകതാനാരോ തെന്നാരോ. അത് അസൽ ഋഗ്വേദമാണ്, അസൽ മഹാഭാരതമാണ്, അസൽ ഭഗവത്ഗീതയാണ്. താനാരോ തെന്നാരോ തകതാനാരോ തെന്നാരോ. നീ ആരാണ്, ഞാനാരാണ്, നീയും ഞാനും ആരുമല്ല എന്ന് വിശ്വസിക്കുന്നതാണ് വേദം. നമ്മളെല്ലാം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് ഒരു കണിയാണ്. ഒരു ഹിമാലയത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഒരു സമുദ്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു അവസ്ഥയുണ്ടല്ലോ, മാനസികാവസ്ഥ. ഞാനും നിങ്ങളും ആരുമല്ല എന്ന് വിശ്വസിക്കുന്നതാണ് വേദം. ഒക്കെ ജനിച്ച് ഈ മണ്ണോട് അണിയുന്നവരാണ്. ഈ മണ്ണിലേക്ക് പലനാൾ പോറ്റിയ പുണ്യശിരസ് ഉലകം വെല്ലാൻ ഉഴറിയ നീയും വിലപിടിയാത്തൊരു തലയോടായി. എന്താ ഉള്ളത്? പിന്നെ ഞങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുമ്പോൾ ആദ്യം ഡിസെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകും വൈദ്യ വിദ്യാർത്ഥികൾ. പഴയ കാലമാണ്, 10, 35, 40 കൊല്ലം മുമ്പേയുള്ള കഥയാണ്. 17 പ്രീ ഡിഗ്രി കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡിസെക്ഷൻ ഹാളിൽ പോകുമ്പോൾ അന്നത്തെ സംസ്കൃത പണ്ഡിതനായ ഒരു പ്രിൻസിപ്പൾ ആദ്യം പിന്നെ ഫോർമാലിൽ മുക്കി വെച്ച ശവശരീരങ്ങളാണ് കീറി പഠിക്കാൻ ഉണ്ടാവുക. അപ്പൊ ഡിസെക്ട് ചെയ്യുമ്പോൾ ഈ ഫോർമാലിനകത്ത് ഇങ്ങനെ കണ്ണുനീര് വരും. അപ്പൊ നമുക്കിങ്ങനെ ഇതിന്റെ ഫോർമാലിന്റെ ഇതുകൊണ്ട് എഫക്റ്റ് കൊണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനെ സമീപിക്കുക. അപ്പൊ ശരീരത്തിലെ നാടികൾ, ഞരമ്പുകൾ, എല്ലുകൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഡിസെക്ഷൻ ഹാളിൽ. അപ്പൊ അവിടെയുള്ള ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് ഈ ഞങ്ങൾ നോക്കിയിട്ട്. ഓരോ മനുഷ്യനും നിങ്ങളെപ്പോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അനിയനും ഏട്ടനും അയൽപ്പക്കക്കാരൻ. അയാൾ നിങ്ങളെപ്പോലെ കുളിച്ചിരുന്നു, നിങ്ങളെപ്പോലെ അയാൾ ഭക്ഷണം കഴിച്ചിരുന്നു. വഴിക്ക് എവിടെ വെച്ചു ഞാനും നിങ്ങളും ഒരു കാലത്ത് ഈ മണ്ണിലേക്ക് പോകും, മണ്ണോടറിയും. ചിലർ അനാഥമാവും, ചിലർ എവിടെയെങ്കിലും വെച്ച് പോകും, ചിലർ ശരീരം ദാനം ചെയ്യും. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഇരിക്കുന്നവരൊക്കെ. അതുകൊണ്ട് അതിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ധാരണ ഉണ്ടാകണം, നല്ല മനുഷ്യനാകണം. സംസ്കൃതത്തിൽ വിജ്ഞാനമുള്ള പ്രിൻസിപ്പളുടെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതെന്റെ മനസ്സിലെത്തും പിന്നെ ചിന്തകളാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത്, മറ്റൊരു മീറ്റിംഗ് കോഴിക്കോടുണ്ട്. അത് ഇങ്ങനെയാണ്. കോഴിക്കോട് വൈദ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ വിശ്വാസ്യതകളാണ്. ഞാൻ എൻ്റെ ഹൗസ് ഏജൻസി കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് പിന്നെ പഠിക്കുമ്പോൾ കുറ്റ്യാടി എന്നുള്ള ഒരു പ്രദേശത്ത് നിന്ന് പാമ്പ് കടിച്ചിട്ട് ഒരു കുട്ടിയെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോ ആ കൊണ്ടുവന്നത് കീറിപ്പാറി മുഷിഞ്ഞ ഒരു മത്സ്യത്തിന്റെ മണമുള്ള ഒരു ഷർട്ട് ധരിച്ച് ഒരു മത്സ്യം വിൽക്കുന്ന ഒരു ഇസ്ലാമിക സഹോദരന്റെ മകനെയും കൊണ്ടാണ് അവര് കേശവത്തേക്ക് വന്നത്. കയ്യിലൊരു കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ പാമ്പുണ്ട്, അതിനെ കൊന്നിരിക്കുന്നു അവർ കാണിച്ച്. അപ്പൊ ഇവനിങ്ങനെ ബോധം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടറിന് എങ്ങനെയെങ്കിലും ഈ എന്റെ മകനെ രക്ഷിക്കണം. അപ്പൊ അയാളെ കരയാണ്, ഉറക്ക കരയാണ്. അപ്പൊ ഞങ്ങൾക്കിത് രക്ഷിക്കാൻ വേണ്ടി അപ്പൊ വാർഡിലേക്ക് ആ കുട്ടിയെ മാറ്റി, വാർഡ് 7ലേക്ക് മാറ്റി. അതങ്ങനെ അന്ന് വാർഡ് 7ലാണ് അങ്ങനെ അവിടത്തേക്ക് മാറ്റിയപ്പം ഈ പയ്യന്റെ കൂടെ വന്ന അവരുടെ ഉമ്മയും ബന്ധുക്കളും ഒക്കെ ആ വാർഡിലോട്ട് വന്നു. ഞങ്ങൾ പെട്ടെന്ന് ആ കുട്ടിയെ ആന്റിബയോട്ടിക്കും മറ്റുള്ള ചികിത്സാ മുറകളിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിയുടെ ശാരീരിക അവസ്ഥകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പുറത്ത് അവര് പരിശുദ്ധ ഖുർആനിലെ മകനെ രക്ഷപ്പെടുത്താനുള്ള സൂക്തങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നുണ്ട്. പാവങ്ങളാണ്, എന്റെ മകൻ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൂക്തങ്ങളായിരിക്കാം, അള്ളാഹുവിനോട് ദൈവത്തോട് പറയുന്നവരായിരിക്കാം. അങ്ങനെ പറയാറവർ ധാരാളം പേരുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നവരാണ്. രാത്രിയാവും ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്റെ പ്രൊഫസറെ വിളിക്കണം. പ്രൊഫസർ CBC ഭാര്യരായിരുന്നു എന്റെ പ്രൊഫസർ. അറിയപ്പെടുന്ന ഫിസിഷ്യനാണ്, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടറാണ്. 10-30 കൊല്ലം മുമ്പെയാണ്. എനിക്ക് എന്റെ സാറിനെ വിളിക്കണം, സാറ് ഞാൻ വിളിച്ചാൽ വരും, എനിക്ക് എന്റെ സാറിനെ അറിയണം എന്ന് പറയാൻ ഇങ്ങനെ കരയാണ്. ആ കരയുമ്പോ
എനിക്ക് എന്റെ പ്രൊഫസറെ വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം അന്ന് ഗുരുനാഥന്മാർ ഒരുപാട് അകൽച്ചത് ഒരു ബഹുമാന ദൂരമുണ്ട്. എങ്ങനെ സാറിനെ ഞാൻ വിളിക്കും? ഞാൻ വിളിച്ചാൽ സാറ് വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു മനസ്സോടെ അവസാനം ആ പയ്യനോട് അവരോട് പറഞ്ഞു, ഞാൻ ഡയൽ ചെയ്ത് തരാം, നിങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഡയൽ ചെയ്ത് അയാൾക്കത് കൊടുത്തു. അയാൾ പറഞ്ഞു, സർ ഞാൻ ഇന്ന് കുറ്റിയാടിയിൽ നിന്ന് വരുന്ന ഇന്ന ആളാണ്, എന്റെ മോനെ പാമ്പ് കടിച്ചു, ഡോക്ടർ ഉടനെ വരണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ പ്രൊഫസർ വരുന്നു. പക്ഷെ സാറ് ഒരു മുണ്ടും ഷർട്ടുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പഴയ കാറിൽ എന്റെ വാർഡിൽ വന്നു. അദ്ദേഹം വരുമ്പോൾ ആശുപത്രി സൂപ്രണ്ടാണ്, ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടറാണ്. നിരവധി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ വന്നു, ഒരുമിച്ച് വന്നു. ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കുക, പല മരുന്നുകളും കൊടുത്ത് അദ്ദേഹത്തിന്റെ വിജ്ഞാനം ആ കുട്ടിയെ രക്ഷിക്കാനുള്ള നിതാന്തമായ പരിശ്രമത്തിലാണ്. അദ്ദേഹം കുട്ടിയുടെ അടുത്തിരുന്ന് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ തുടർന്നു. 1/4 മണിക്കൂർ ഇദ്ദേഹം ഈ കുട്ടിയുടെ അടുത്തിരുന്ന് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിടഞ്ഞ് പരിശ്രമിക്കുകയാണ്. കിടഞ്ഞ് പരിശ്രമിക്കുമ്പോ കുറെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പുറത്തുനിന്ന് ധാരാളം പേരിങ്ങനെ അത്രയും ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന് ഞാൻ അവിടെ കണ്ടു. കുറെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റു. പ്രൊഫസർ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തു പോകുമ്പോ ഇദ്ദേഹത്തിന്റെ ബാപ്പ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ പ്രൊഫസറുടെ കാലിൽ വീണ് നിലനിൽക്കുന്ന രംഗമാണ് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ, ഇന്ന് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരു മൂല്യമുള്ള ഒരു മുഹൂർത്തമായിരുന്നു. അയാൾ വിളിച്ചിങ്ങനെ പൊട്ടിക്കറിയാൻ. അയാൾക്ക് കാര്യം മനസ്സിലായി, മകൻ യാത്രയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം എന്റെ മകന് ജന്മം കൊടുത്തു. 4 പെൺകുട്ടികളുടെ ഇടയിൽ എന്റെ മകൻ മരണത്തോടടുത്തു. എനിക്ക് മനസ്സിലായി, ദൈവം ജന്മം തന്നു, ദൈവം തിരിച്ചെടുത്തു. പക്ഷേ എന്റെ സാർ ഇവിടെ വന്നല്ലോ, എന്റെ ഡോക്ടർ ഇവിടെ വന്നല്ലോ, എന്റെ മകനെ തൊട്ടല്ലോ, ആ പുണ്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കരച്ചില്, ആ വേദന, ആ ശബ്ദം എന്റെ ചെവിട്ടിൽ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വിശ്വാസ്യതയാണ് ഏത് കർമ്മത്തിന്റെയും ആധാരശില. ഡോക്ടറിലുള്ള വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം, അച്ഛനിലും അമ്മയിലും ഭാര്യയിലും ഭർത്താവിലും മക്കളിലും പ്രപഞ്ചത്തിന്റെ സമൂഹത്തിന്റെ എല്ലാത്തിലുമുള്ള വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണ് ഭക്തി. ഈശ്വര എന്നെ രക്ഷപ്പെടുത്തണേ എന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന, എനിക്ക് എന്റെ മകന് MBBS കിട്ടണം, IAS കിട്ടണം, പണക്കാരനാവണം, ഞാൻ നേടിയെടുത്ത അധർമ്മമായിട്ടുള്ള പണം സൂക്ഷിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആവലാദികളുണ്ടല്ലോ, ആ ആവലാദികളൊന്നും നിങ്ങൾ ഇവിടെ പോയി പറയേണ്ടതില്ല. എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് മടങ്ങിപ്പോകുന്ന ഏതെങ്കിലും ഒരു ഭക്തരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? നമുക്ക് കാണാൻ കഴിയുന്നത് ആവലാദികൾ, ആഗ്രഹങ്ങൾ മാത്രം പറയുന്ന സ്വാർത്ഥതയുള്ള ഒരു ലോകത്തെയാണ്. അത് മാറി ലോകം മുഴുവൻ സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഭക്തിയാണ് നമ്മൾ വളർത്തേണ്ടത്. ആ ധർമ്മമാണ് ഓരോ ഭക്തനും ഉണ്ടാകേണ്ടത്. അതാണ് വേദം, അതാണ് ജ്ഞാനമാല, അതാണ് സാമവേദം, അതാണ് അഥർവവേദം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹമാണ് എന്നെ ഇവിടെ കൊണ്ടുപോയി എത്തിച്ചത്. ആ വിശ്വാസം നിങ്ങളോട് മലയാള ഭാഷയിൽ സംവദിക്കാനാണ് ഞാനിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം ചെയ്യാനും നിങ്ങളോട് ആവശ്യപ്പെടുന്ന മലയാള ഭാഷയിലെ ഒരു 12 വരി കവിതകൾ ചൊല്ലി ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ്: പറയാൻ പാടില്ലാത്തതോരോന്നും ആഴം തെറ്റിപ്പുലമ്പാൻ വെമ്പീടുന്നതാവേ നീ വിടവാങ്ങൂ. നല്ലത് മാത്രം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കപട സ്നേഹത്തിന്റെ വീണ വായിക്കാൻ നിൽക്കും കരളിൻ കാർക്കശ്യമേ നീയും പോയി വഴിമാറൂ.
കാവറ്റയുള്ള സ്നേഹം കൊണ്ടു നടക്കാതെ, തെളിനീര് പോലെ പരിശുദ്ധമായ സ്നേഹം കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. അരുതേ ചിന്തിക്കുവാൻ എന്നാലും തലച്ചോറിൽ കയറി കൂടിയിടുന്നു നൂറുനൂറശ്രീകരം ആ ചണ്ഡിപിണ്ടാരങ്ങൾ. അടിച്ചു വാരാനെത്തും ചൂലുകൾ പോലും പൂജാ ബിംബങ്ങളാണ് കണ്ണിൽ. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ കളി കിടന്നതെന്തും എന്റെ മനസ്സിലെ പൂജാബിംബങ്ങളാണ്. അരുതേ ചിന്തിക്കുവാൻ എന്നാലും തലച്ചോറിൽ കയറി കൂടിയിടുന്നു നൂറുനൂറശ്രീകരം ആ ചണ്ഡിപിണ്ടാരങ്ങൾ. അടിച്ചു വാരാനെത്തും ചൂലുകൾ പോലും പൂജാബിംബങ്ങളാണ് കണ്ണിൽ. ശ്രവണാനിഷ്ട സ്വാനതരംഗങ്ങളെ നിങ്ങൾക്ക് അഭയം തരാനെന്റെ കാതുകൾ അബലങ്ങൾ ചെയ്യരുതെന്നാജ്ഞാപിക്കും ചൈതന്യം കാണാതെന്റെ നെഞ്ചിലെ വികാരങ്ങൾ ഉജ്ജ്വലമുണരുമ്പോൾ സാഹസം ചെയ്യില്ല ഞാൻ. വലിച്ചു നീട്ടിയിടായിക സാഹസക്കൂമ്പാരങ്ങൾ. നിങ്ങളൻ തേരോട്ടത്തിൽ കുളിച്ചാൽ ചളികേറും പൊയ്കയിൽ സ്നാനം ചെയ്തേ ഭജിച്ചിടാവൂ എങ്കിൽ മൗനമാണെനിക്കിഷ്ടം. ഈ ക്ഷേത്രത്തിനുള്ളിൽ ചളി ഉണ്ടായിട്ട് അവിടെ പോയി മുങ്ങി കുളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ ഉണ്ടായിട്ട് എത്ര ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴുകിക്കളയുന്നുണ്ട്. കുളിച്ചാൽ ചളികേറും പൊയ്കയിൽ സ്നാനം ചെയ്തേ ഭജിച്ചിടാവൂ എങ്കിൽ മൗനമാണെനിക്കിഷ്ടം. സാരസ്യം കുറഞ്ഞാലും സത്യത്തെ പൂജിക്കുവാൻ സ്വാന്തനസ്വനം വീഴും മണിയേകിലുക്കാവൂ. ശ്രീകോവിലിൽ കയറി നിങ്ങളെ മണിയടിക്കുമ്പോ സത്യത്തിന്റെ നിറകുണമായിരിക്കണം ആ ശബ്ദങ്ങൾ, സത്യമായിരിക്കണം ദർശനം. അതാണ് ഭക്തി. സാരസ്യം കുറഞ്ഞാലും സത്യത്തെ പൂജിക്കുവാൻ സാന്ത്വനസ്വനം വീഴും മണിയേകിലുക്കാവൂ. വെളിച്ചം നയിക്കുന്ന ജീവിതോത്സവത്തിന്റെ വെളിപാടാകട്ടെ സാമൂഹ്യ മുദ്രാവാക്യം. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കുന്ന ജീവിത ദർശനമായിരിക്കട്ടെ ഭക്തി എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. സ്നേഹമായിരിക്കട്ടെ, സമത്വമായിരിക്കട്ടെ, കരുണയായിരിക്കട്ടെ, കടപ്പാടുകളായിട്ട് നമ്മുടെ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ വിശ്വപൗരന്മാരായി മാറ്റാൻ, ലോകത്തിന്റെ വിശ്വഗുരുവാണ്, വിശ്വപൗരന്മാരായി മാറ്റാൻ, അവരെ വാർത്തെടുക്കാൻ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം ലൗകികമായി മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും കരുണയോടെ നോക്കുകയും ലോകത്തിന് വേണ്ടി സമത്വത്തെ പറ്റി വീരോട് പറയുകയും എല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ലോകത്തിന്റെ വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ മേഖലകളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് നമ്മളെല്ലാവരും ശുദ്ധമായ ജലം കിട്ടാനും നല്ല തൊഴിലും വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ നിലനിർത്താനും ഒക്കെയുള്ള സമ്മോഹനങ്ങളായിരിക്കട്ടെ നിങ്ങളുടെ വേദങ്ങൾ, അതായിരിക്കട്ടെ നിങ്ങളുടെ ജ്ഞാനപ്പാന, അതേ ആയിരിക്കട്ടെ നിങ്ങളിവിടെ എന്താ പറയാ നിങ്ങളുടെ കടപ്പാടുകൾ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. ഞാന് കാടാമ്പുഴ ദേവസ്വത്തില് അവിടെയുള്ള അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന സമർത്ഥനായ ഒരു ഓഫീസറോട് ഞാൻ എന്താണ് ഈ സമൂഹത്തിനോട് ചെയ്തു കൊടുക്കേണ്ടത് അദ്ദേഹം എന്നോട്, അജയ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അന്ന് എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ദേവസ്വം ബോർഡ് ചെയർമാൻ മുരളി അദ്ദേഹം ഉണ്ടായിരുന്നു. എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചപ്പോൾ മനുഷ്യന് സാധ്യമായ 2 വൃക്കകളും പോയ സാധാരണക്കാരായ ആൾക്കാർക്ക് ഡയാലിസിസ് സെന്റർ കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു. സ്നേഹത്തോടെ അവരത് കേട്ടു.
6 മാസത്തെ കഠിന പ്രദേശം കൊണ്ട് അവരത് ചെയ്തു. മാനവ സേവയാണ് മാധവ സേവ. ഭംഗിയായി അവരവിടെ നടപ്പാക്കി. മനുഷ്യർക്ക്, പ്രപഞ്ചത്തിലെ ഭക്തർക്ക്, വിശ്വാസികൾക്ക് ഗുണപ്രദമാണ്. ആർക്കും ജാതിയും മതത്തിനും വർഗത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറം മാനവ സേവ, മാധവ സേവ. മനുഷ്യൻ അവർക്ക് വേണ്ടിയുള്ള ചിന്തകളും സ്വപ്നങ്ങളും കർത്തവ്യങ്ങളുമാണ് നമ്മൾ ഉത്തമ ഭക്തന്മാരാക്കുന്നത്. ആ ഭക്തിയുടെ സ്വാതന്ത്ര്യമായിരിക്കട്ടെ നിങ്ങൾ നെറ്റിൽ അണിയുന്ന ചന്ദനവും കുങ്കുമവും, നിങ്ങൾ ചുവടിൽ തോടുന്ന പൂക്കളുമൊക്കെ ആ നന്മകളിലേക്ക്, ആ വഴിത്താരകളിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്ന പ്രചോദനമാകട്ടെ. അതിവിടെ എഴുതി വെച്ചു പോയത് അതായിരിക്കട്ടെ. ഓം നമോ നാരായണായ എന്ന് പറയുന്നതും തത്വമസി എന്ന് പറയുന്നതും ഇദം ന മമ എന്ന് പറയുന്നതിന്റെ ഒക്കെ അർത്ഥം അത് തന്നെയാണ്. എക്കാലത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ആ പ്രാർത്ഥനകളാകട്ടെ നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടത്തേക്ക് വിളിച്ച എന്റെ പ്രിയപ്പെട്ട പ്രകാശിയോട് സ്നേഹത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മറ്റൊരു പ്രോഗ്രാമിന് 2 മണിക്ക് എത്തേണ്ടതുകൊണ്ട് അവിടെ മറ്റൊരു പരിപാടിയിലും പങ്കെടുക്കേണ്ടത് എന്നെ പോകാൻ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമസ്കാരം, അഭിവാദനങ്ങൾ.